കർത്താവിൻ്റെ സന്നിധിയിൽ വിശുദ്ധ ആരാധനയ്ക്കായി ഈ ദിവസം നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നത് പോലെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഈ സമയം കർണാടക സംസ്ഥാനത്തിൻ്റെ മഹാരാഷ്ട്രയോടും തെലങ്കാനയോടും അതിർത്തി പങ്കിടുന്ന ബീദർ എന്ന് പറയുന്ന ഒരു ജില്ലയിൽ അവിടെയുള്ളൊരു കർത്താവിൻ്റെ ദാസൻ്റെ ഉള്ള ദൈവസഭയിൽ ആയിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. ആ യാത്ര വളരെ തികച്ചും സന്തോഷകരമായിരുന്നു. അവിടുത്തെ ചൂട് 45-46 ഡിഗ്രിയാണ്. എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, അവിടെയുള്ള ഓരോ പട്ടണത്തിൽ നിന്ന് ഏകദേശം 50, 60, 70 കിലോമീറ്റർ വീതം ദൂരത്തിലാണ് ഓരോ ഗ്രാമങ്ങളുള്ളത്. വളരെ കാർഷിക വൃത്തി മാത്രം മൃഗപരിപാലനമൊക്കെ നടത്തി ജീവിക്കുന്ന സാധാരണക്കാരായ പാവപ്പെട്ട ജനങ്ങളാണ് അവിടെയുള്ളവർ. അവരുടെ ജീവിത സൗകര്യങ്ങൾ വെച്ച് നോക്കിയാൽ നമ്മളൊക്കെ രാജകൊട്ടാരങ്ങൾ വാഴുന്നു എന്ന് വേണം വിചാരിക്കാൻ. എഴുന്നേറ്റ് നിന്നാൽ കേവലം 2 അടി മാത്രം ഉയരത്തിൽ തകരത്തിൻ്റെ ഷീറ്റിൽ 45-46 ഡിഗ്രി ചൂടിൽ ഒരു മുറി അടുക്കളയിൽ 5-6 പേര് താമസിക്കുന്നു. നമ്മളെപ്പോലെ ഒരു ആഹാരം കഴിക്കണമെങ്കിൽ അവർക്ക് 3-4 കറികളൊന്നുമില്ല. ചോറാണെങ്കിൽ അതിൻ്റെ കൂടെ പരിപ്പ്, അല്ലെങ്കിൽ ഒരു ശകലം കട്ടത്തൈര്, അല്ലെങ്കിൽ സവോള അരിഞ്ഞത്, ഇത്രയൊക്കെ ഉള്ളൂ. ഞങ്ങളെ പല വീടുകളിലും കൊണ്ടുപോയി ഒരു വീട്ടിലും ഒരു ഡൈനിങ് ടേബിൾ ഇല്ല. എല്ലാവരും നിലത്തിരുന്നാണ് കഴിക്കുന്നു. നമ്മൾ നിലത്തിരുന്ന് ശീലമില്ലാത്തതുകൊണ്ട്, ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട്, നിലത്തിരുന്ന് കഴിച്ചാൽ നമ്മളെ പിന്നെ കഴിച്ചു കഴിഞ്ഞ് ആരെങ്കിലും പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടതുകൊണ്ടും അവിടെ ലഭ്യമായ കസേര ഒന്നൊക്കെ ആയിരിക്കും ഒരു വീട്ടിലുള്ളത്. അവിടെ ഇരുന്ന് കഴിക്കും. പ്രൈസ് ദി ലോർഡ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രുചി, നമ്മൾ ശീലിച്ചു വന്ന രുചി സംസ്കാരത്തിൽ നിന്ന് യോജിക്കുന്ന, അല്ലെങ്കിൽ നല്ലതാണെന്ന് ചോദിച്ചാൽ അച്ചാഹ എന്ന് പറഞ്ഞ് നമ്മൾ കഴിക്കും. കാരണം അവരെ സന്തോഷിപ്പിക്കണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു ഇത്. പക്ഷെ അവിടെ കണ്ട ഒരു കാര്യം, അവരെല്ലാം ദൈവവചനത്തെ സംബന്ധിച്ച് വളരെ പ്രാഥമികമായ പരിജ്ഞാനം മാത്രമേ അവർക്കുള്ളൂ. യേശു കർത്താവാണ് യഥാർത്ഥ ദൈവം എന്നവർക്കറിയാം. പ്രൈസ് ദി ലോർഡ്. യേശു സ്വാമി എന്ന് പറഞ്ഞാൽ അവർക്കെല്ലാമാണ്. മാത്രമല്ല, അവർക്ക് മറ്റേ ഡിനോമിനേഷനോ ഇങ്ങനെയുള്ള കാര്യങ്ങളോ വചനത്തിലെ വലിയ ആഴമേറിയ കാര്യങ്ങളൊന്നും അറിയില്ല. സൗഖ്യമാക്കുന്നവനും വിടുവിക്കുന്നവനും മരണശേഷം ഒരു ജീവിതം നൽകുന്നവനും യേശുവാണെന്ന് അറിയാം. അതുകൊണ്ട് തന്നെ അവർക്ക് പല മതങ്ങളും പല ദേവീദേവന്മാരും ഒക്കെ ഉണ്ടായിട്ടും പല പ്രശ്നങ്ങളിൽ നിന്ന് അവരെ വിടുവിക്കാൻ കഴിയാത്ത ഒരു ദൈവം ഉണ്ടെന്നും, ആ ദൈവം ഏതെങ്കിലും രൂപങ്ങളിലോ സാദൃശ്യമുള്ളവനോ അല്ലെന്നും, അവൻ ആത്മാവായ ദൈവമാണെന്നും അറിയാം. അതുകൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിലൊക്കെ ആരാധനിക്കാനുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11-11:30 ആരാധന തുടങ്ങുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12:30 ആകും ആളുകളെല്ലാവരും വന്നു ചേരാൻ. കാരണം അടുത്തടുത്തുള്ള ഗ്രാമങ്ങളിലും നമ്മളിവിടുത്തെ പോലെ മിനിറ്റിന് ബസ്സില്ല. 1 മണിക്കൂറിൽ 2 മണിക്കൂറിലൊക്കെ ഒരു ബസ്സേ ഉള്ളൂ. ചില സ്ഥലങ്ങളിൽ ഒരു ഓട്ടോറിക്ഷയുണ്ട്. ഞാനത് നേരത്തെ കണ്ടിട്ടുള്ളൂ. ലക്നൌവിൽ ഞാൻ പണ്ട് പോയിട്ടുള്ളപ്പോൾ ഒരു ഓട്ടോറിക്ഷ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആൾക്കൂട്ടമാണ്. ബോഡിയൊന്നുമില്ല, അതിന് ചുറ്റും പലകയടിച്ച് ഒരു ആൾക്കൂട്ടം ഇങ്ങനെ വരുന്ന നമ്മൾ കാണുള്ളൂ. ഇതും ഏതാണ്ട് സമാനമാണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും കാൽനടയായും ഈ ഓട്ടോറിക്ഷയിൽ ആൾ തികയുന്നു നോക്കി എല്ലാം വരുന്നു. എല്ലാവരും വന്നതിന് ശേഷം മാത്രമാണ് വചനം ശുശ്രൂഷിക്കാറുള്ളത്. ആദ്യം വന്നവരൊക്കെ ഏകദേശം ഇതിനോടകം ഒരു 15 പാട്ട് പാടിയിട്ടുണ്ടാകും. അത് കേവലം നമ്മളിരുന്ന് പാടുന്ന പോലെയല്ല. ഒരു ഹാർമോണിയം ഉണ്ടാകും. പിന്നെ ഈ 2 സൈഡിലും പിത്തളയുടെ ഒരു സാധനം നൂലിൽ കെട്ടി ഇങ്ങനെ വെച്ചിട്ട് ചിൽന്ന് വെക്കുന്ന സാധനം ഉണ്ടാവും. പിന്നെ നമ്മുടെ കയ്യിലുള്ള താമ്പുരൻ പോലുള്ള സാധനങ്ങളുണ്ടാവും. തബലയുണ്ട്. പിന്നെ ഈ ഇങ്ങനെ അടിക്കുന്ന സാധനം ഉണ്ടല്ലോ, അതെ, അങ്ങനെ അതും 5-6 ആയിട്ടുണ്ടാവും. ഇതെല്ലാം ആയിട്ട് അവർ നിലത്തിരുന്ന് എല്ലാ പാട്ടുകളും പാടി വളരെ ഭക്തി ആദരപൂർവ്വം ഇരിക്കുന്നത് കാണുമ്പോൾ ദൈവത്തെ കൂടുതൽ അടുത്തറിഞ്ഞ് നമ്മളുടെ ഭക്തിയും നമ്മുടെ ആരാധനയോടുള്ള സമർപ്പണവും എത്രമാത്രം നിസ്സാരവും ലഘുവുമാണ് എന്ന് ഞാൻ അവിടെ നിന്ന് ചിന്തിച്ചു പോയി. പലപ്പോഴും നമ്മൾ പല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ആരാധന മുടക്കുന്നതിന് ഒരു മടിയും നമുക്കില്ല. അല്പം മാത്രം അറിഞ്ഞവരുടെ ആവേശം മാത്രമാണെങ്കിൽ, 1-2 സ്ഥലങ്ങളിൽ പ്രസംഗിച്ചപ്പം അവരെ വരുവാനുള്ളൊരു ന്യായവിധിയെ സംബന്ധിച്ചോ 7 വർഷത്തെ ഉപദ്രവത്തെ സംബന്ധിച്ചോ
നമ്മൾ തേജസ്സിൽ വസിക്കുന്നതിനെ കുറിച്ച് ഒന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അതൊക്കെ ഒന്ന് ഒരു അല്പമായി ഒന്ന് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അടുത്ത പ്രാവശ്യം ഒരു 3 ദിവസം ഇവിടെ വന്ന് ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കണം, 3 ദിവസം മീറ്റിംഗ് ക്രമീകരിക്കണം എന്ന് അവിടെയുള്ള പാസ്റ്റർമാർ പറയാനിടയായി. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ സാരാംശം ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വളരെ ഉയർന്ന നിലയിൽ ജീവിക്കുന്നവരാണ് അവരെ സംബന്ധിച്ച്. നമ്മൾ നോക്കുമ്പോൾ നമ്മളെപ്പോഴും നമ്മളെ കമ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീട്ടിലില്ലാത്തത് മറ്റൊരുത്തിൻ്റെ വീട്ടിലുണ്ട്, അത് എങ്ങനെയും ആർജിക്കണം. നമ്മളെപ്പോഴും ഉയർന്ന മുകളിലേക്ക് നോക്കുമ്പോൾ താഴോട്ടൊന്ന് നോക്കാനുള്ള ഒരു വലിയ കൃപയായി ഞാൻ ആ സന്ദർശനത്തെ കാണുകയാണ്. പരിമിതമായ വസ്ത്രങ്ങൾ ഉള്ള അവർക്ക് അധികം വസ്ത്രങ്ങളൊന്നുമില്ല. ഒരു ദിവസം മുഴുവൻ പകൽ ഈ പൊരി വെയിലത്ത് അധ്വാനിച്ചാൽ അവർക്ക് കിട്ടുന്നത് രൂപ 400 രൂപയാണ്. നമ്മുടെ ഇവിടെ 1000 രൂപ കിട്ടുന്നവൻ പോലും മാന്യമായിട്ടും വൃത്തിയായിട്ടും മനസാക്ഷിക്ക് യോഗ്യമായി ജോലി എടുക്കുന്നില്ല. വളരെ ചുരുങ്ങിയ വരുമാനത്തിൽ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. അത് ദൂരത്ത് 10-12 കിലോമീറ്ററൊക്കെ ഒരുമിച്ച് ഈ ഓട്ടോറിക്ഷ കാത്തിരുന്ന് പോയി കുട്ടികളെ പഠിപ്പിക്കണം. 10ാം ക്ലാസ് വരെയൊക്കെ ആദ്യം പേരും പഠിക്കുന്നത്. നമ്മളടുത്ത് പോലെ വലിയ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളൊന്നും അവിടെ ഇല്ല. കർണാടകയാണ് സംസ്ഥാനമെങ്കിലും ഏതാണ്ട് ഹൈദരാബാദിനോട് ചേർന്ന് കിടക്കുന്ന ഒരു നോർത്ത് ഇന്ത്യൻ സംസ്കാരമാണ്. ഒരുവിധപ്പെട്ട എല്ലാവർക്കും ഹിന്ദി അറിയാം. വളരെ ഗ്രാമത്തിൽ കഴിയുന്ന, ഗ്രാമത്തിന് പുറത്തു പോയിട്ടില്ലാത്ത സ്ത്രീകൾ ഒഴിച്ചാൽ ബാക്കി എല്ലാവർക്കും തന്നെ ഹിന്ദി അറിയാം. ഞാനവിടെ മലയാളത്തിൽ തന്നെയാണ് പ്രസംഗിച്ചത്. അവിടെയുള്ള ദേവദാസൻ മലയാളം, ഹിന്ദി, തമിഴ്, തെലുങ്ക്, മറാഠി, ഇംഗ്ലീഷ് ഇത്രയും ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളായതുകൊണ്ട് അദ്ദേഹം അവരുടെ ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവരോട് ഇടപെടുകയാണ് ഉണ്ടായത്. പ്രൈസ് ദി ലോർഡ്. ഞാനിത് പറയാനുള്ള കാരണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുമെങ്കിൽ, കുറച്ച് വസ്ത്രങ്ങൾ കുട്ടികൾക്കൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് സ്വർഗത്തിൽ വലിയ പുണ്യമായിരിക്കും നമുക്ക്. കാരണം നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്ന ഇങ്ങനെയുള്ള ആളുകളുടെ കഷ്ടത കാണുമ്പോൾ നമ്മളൊക്കെ എന്തുമാത്രം വസ്ത്രങ്ങളുണ്ട്. അല്പം നിറം മങ്ങിയാൽ, ഒരു മഷിക്കുത്ത് അതിൽ വീണാൽ, അല്പം ടൈറ്റായാൽ അതൊന്ന് ലൂസാക്കിയിടാൻ പോലും നമ്മൾ മെനക്കെടാതെ നമ്മൾ വാങ്ങിച്ചു കൂട്ടുക. നമ്മുടെയൊക്കെ അലമാരികളിൽ എന്തുമാത്രം വസ്ത്രങ്ങൾ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് കൊള്ളാമെന്നെങ്കിലും തേച്ച് പിറക്കിയൊക്കെ നിങ്ങൾ തരുവാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഞാൻ പോകുമ്പോൾ കൊണ്ടുപോകാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായിട്ട് അവിടെയുള്ള മിനിസ്ട്രിയെ സഹായിക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യണം. അത് ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ഉത്തരവാദിത്തമാണ്. നമ്മൾ പറയും എല്ലാവരും ദൈവവചനം കേൾക്കണം, അറിയണം എന്നൊക്കെ. ചുരുങ്ങിയ പക്ഷം വലിയ ഉപദേശത്തിൻ്റെ ആഴങ്ങളൊന്നും അറിയില്ലെങ്കിലും ഇരുട്ടിലും അന്ധകാരത്തിലും കഴിയുന്ന ഈ ആളുകൾ രക്ഷിക്കപ്പെട്ടു വരിക എന്നുള്ളത് തന്നെ വലിയ കാര്യമായി ഞാൻ കാണുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായി വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 3-ാമത്തെ അധ്യായം അതിൻ്റെ 16-17 വാക്യം വായിക്കാം. 2 Timothy chapter 3 verse 16 and 17. എല്ലാ തിരുവെഴുത്തുകളും ദൈവവിശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. നമ്മളിങ്ങനെ വായിച്ച എല്ലാ തിരുവെഴുത്തും ദൈവശാസീയമാകിയാൽ ദൈവത്തിൻ്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസത്തിനും പ്രയോജനമുള്ളത് ആകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ നിജപുത്രനായ ക്രിസ്തുവിൽ താൻ ജനിപ്പിച്ച തിമോത്തിയോസിനെ ഉപദേശിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന ഒരു കാര്യമാണ്, എല്ലാ തിരുവെഴുത്തുകളും ഗോഡ് ബ്രെത്ത് എന്ന് പറയുന്നത്, ദൈവം ശ്വസിച്ചതാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശ്വാസമാണ് തിരുവെഴുത്ത്. പ്രൈസ് ദി ലോർഡ്. എന്തിനാണ് ദൈവം നമുക്ക് ദൈവവചനം നൽകിയിരിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന തലമുറയിലും മുൻ തലമുറകളിലും ദൈവവചനത്തിൻ്റെ അല്പാൽപമായി കേട്ടിട്ട് ആ വചനം എന്തിനാണ് ഏതിനാണ് എന്നറിയാതെ ദൈവവചനമാണ് എന്നറിയാം,
കാരണം നമ്മൾ പോകുന്ന പട്ടണങ്ങളിലും കടന്നു പോകുന്ന ദേവാലയങ്ങളുടെ പരിസരങ്ങളിലൊക്കെ ദൈവവചനം പെയിൻ്റ് അടിച്ചിട്ട് അവിടെ വൃത്തിയായി എഴുതിയിരിക്കും നമ്മൾ കാണുന്നുണ്ട്. നമ്മളിത് വായിച്ച് കടന്നു പോകുന്നു എന്നല്ലാതെ ആ ദൈവവചനം എന്തിനു വേണ്ടിയാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്നത് പോലെ ആ ദൈവവചനം നമ്മെ സ്വാധീനിച്ചിട്ടുണ്ടോ? അപ്രകാരം സ്വാധീനിച്ചിട്ടുള്ള ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ നമ്മളിലെ മനുഷ്യൻ്റെ രൂപാന്തരത്തിന്, നമ്മളിലെ മനുഷ്യൻ്റെ അനുഗ്രഹപ്രദമായ സ്വഭാവത്തിൻ്റെ സവിശേഷതയ്ക്ക് പ്രയോജനപ്പെടുന്നുണ്ടോ, പ്രയോജനപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ പരിശോധിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു. ഇവിടെ പറയുകയാണ് എല്ലാ തിരുവെഴുത്തുകളും ദൈവശാസ്ത്രീയമാണ്. ഹല്ലേലൂയ. ഈ തിമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുന്നത് 2-ാമത്തെ അധ്യായത്തിൻ്റെ 2 തിമോത്തിയിലെ 1 പറയുകയാണ്, എൻ്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകുവാൻ വാഞ്ചിച്ചും കൊണ്ട് ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. ഈ കത്തെഴുതുമ്പോൾ കത്തിൻ്റെ ആമുഖമായി പൗലോസ് പറയുകയാണ്, എന്താണ് പറയുന്നത്? എൻ്റെ പ്രാർത്ഥനയിൽ ഞാൻ രാവും പകലും ഇടവിടാതെ നിന്നെ ഓർക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു ദൈവദാസൻ തൻ്റെ ശിഷ്യനായിരിക്കുന്ന ഒരു ദൈവഭൃത്തിനെ കുറിച്ച് അവന് എഴുതി അറിയിക്കുന്ന കാര്യങ്ങൾ അറിയിക്കുന്ന കൂട്ടത്തിൽ ഇപ്രകാരം പറയുകയാണ്, ഞാൻ രാവും പകലും എൻ്റെ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ ഓർത്തും കൊണ്ട് നിനക്ക് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. നീ ആകെപ്പാടെ അലങ്കോലപ്പെട്ടും അലസനായും മടിയനായും മോശമായും നടക്കുന്നു എന്നോർത്തല്ല ഞാൻ സങ്കടപ്പെടുന്നത്. പിന്നെന്താണ്? ഹല്ലേലൂയ. അവൻ്റെ സ്വഭാവ നൈർമല്യത്തെക്കുറിച്ച് താഴോട്ട് പറയുകയാണ്. എന്താണ് അത്? ഞാൻ പൂർണ്ണന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു. കളങ്കമില്ലാത്ത, വ്യാജമില്ലാത്ത നിന്റെ വിശ്വാസം. നമുക്കറിയാം, അനേകരുടെ വിശ്വാസം, അവരുടെ ഉള്ളിൽ വിശ്വാസമൊന്നുമില്ല, വിശ്വാസിയാണ് എന്ന് അവർ പുറത്ത് നടിക്കുന്നവരാണ്. ലോകത്തിൻ്റെ എല്ലാ ക്രമപ്രകാരം ജീവിക്കുകയും മറ്റുള്ളവർ കാണുക വിശ്വാസത്തിൻ്റെ കപടവേഷം ചൂടുകയും ചെയ്യുന്നവരാണ് അധികം ആളുകൾ. എന്നാൽ പൗലോസ് തിമോത്തിയെ സംബന്ധിച്ച് പൗലോസിനെ എല്ലാം അറിയാം. ജ്ഞാനദൃഷ്ടിയുള്ള, ദൈവാത്മാവിൻ്റെ വലിയ പരിജ്ഞാനമുള്ള, വെളിപ്പാടുള്ളവന് അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആരെയും എങ്ങനെയാണ് അവരുടെ ഉള്ള് പരിശോധിച്ചറിയാൻ കഴിയും. അപ്രകാരം താൻ തിരിച്ചറിഞ്ഞ അവനെക്കുറിച്ച് നിന്റെ നിർവ്യാജ വിശ്വാസത്തിൻ്റെ ഓർമ്മ നിമിത്തം ഞാൻ സ്തോത്രം ചെയ്യുന്നു പറയാം. ആ വിശ്വാസം കേവലം നിനക്ക് മാത്രമല്ല, ആദ്യം നിന്റെ വലിയമ്മ ലോവിസിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രണ്ടാമതായി നിന്റെ അമ്മ യുനീക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. കേവലം ഒരു അസംഷൻ അല്ല, നിന്റെ വലിയമ്മ തൻ്റെ മകൾക്ക് പകർന്നു കൊടുത്തതും അവർ ആചരിച്ചും ശീലിച്ചും പോരുന്നതും നിന്നിൽ ഉള്ളതും ഉണ്ടെന്ന് ഞാൻ ധരിക്കുന്നതുമായ നിന്റെ നിർവ്യാജ വിശ്വാസത്തെ ഓർത്ത് ഞാൻ രാപ്പകൽ കണ്ണുനീർ വാർത്തും കൊണ്ട് നിന്നെക്കുറിച്ച്, നിന്റെ വിശ്വാസത്തെക്കുറിച്ച് ഓർത്ത് ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നിട്ട് പറയുകയാണ്, അതുകൊണ്ട് എൻ്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിൻ്റെ കൃപാവരം ജ്വലിപ്പിക്കണമെന്ന് നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ച് നിന്റെ മേൽ ദൈവം പകർന്നു നൽകിയ ദൈവത്തിൻ്റെ ആത്മാവിനെ നീ ജ്വലിപ്പിക്കണം എന്ന് ഞാൻ നിന്നെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്കെല്ലാവർക്കും സ്നാനം മുഖാന്തരം നാം കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മുടെ പാപപരിഹാരത്തിൻ്റെ ഭാഗമായി വിശ്വസിച്ച് നാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ നൽകിയിട്ടുണ്ട്. ഈ പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കണം എന്നാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതിനെ നമ്മൾ അലസമായി നടക്കുന്നവരിൽ ജ്വലിപ്പിക്കത്തില്ല.
ദൈവവചനത്തോടുള്ള അദമ്യമായ ആഗ്രഹവും കൂട്ടായ്മയിൽ പങ്കെടുക്കുവാനുള്ള താല്പര്യവും ദൈവവചനം ധ്യാനിക്കാനും പഠിക്കാനും കാണിക്കുന്ന ഉത്സാഹവും ആ വചനത്തെ പ്രവർത്തിപ്പിക്കാനുള്ള സമർപ്പണവും ആഗ്രഹവും ഇതിനെല്ലാം വളരെ അത്യാവശ്യമാണ്. കേവലം ദൈവവചനം കേട്ടു, വിശ്വസിച്ചു, സ്നാനപ്പെട്ടു എന്നതുകൊണ്ട് നമ്മളുടെ പരിശുദ്ധാത്മാവ് ആലളിയ കനൽക്കട്ടയിൽ നമ്മളൊക്കെ വലിയ മരങ്ങളെ കത്തിക്കുമ്പോഴോ അല്ലെങ്കിൽ വിറകടുപ്പ് കത്തിക്കുമ്പോഴോ രാത്രി കത്തിച്ചിട്ട് രാവിലെ കിടക്കുന്ന ചാരം നമ്മൾ മാന്തി നോക്കിയാൽ അതിനകത്ത് ചില ജ്വലിക്കുന്ന കലങ്ങലുകൾ കാണാൻ കഴിയും. അതുപോലെ ചാരം മൂടി കിടക്കുന്ന അവസ്ഥയിലാണ് ഇന്ന് അനേകരുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമുണ്ട് എന്ന് പറയുന്നത്. പ്രവർത്തനക്ഷമമല്ലാതെ ലോകത്തിൻ്റെ ചാരവും ലോകത്തിൻ്റെ മറ്റ് മാലിന്യങ്ങളും കൊണ്ട് മൂടപ്പെട്ട് പ്രവർത്തിക്കാൻ കഴിയാതെ ഒരു ക്രിസ്തു വിശ്വാസിയുടേതായ ഒരു ജ്വലനവുമില്ലാതെ തളർന്നും മടുത്തും മൂടിയും കിടക്കുന്ന ഒരവസ്ഥയിൽ ഇരിക്കുന്ന ഒരവസ്ഥയല്ല നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇരിക്കേണ്ടത്. അതിനെ ജ്വലിപ്പിക്കേണ്ടത് വിശ്വാസത്താലും പ്രാർത്ഥനയാലും അത്രേ. ദൈവത്തിൻ്റെ ദൈവിക പ്രവർത്തികളെ നാം ചെയ്യുന്നത് മൂലവും അത്രേ. ഞാൻ അടുത്ത വാക്യം വായിക്കുന്നത്, അതുകൊണ്ട് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയത്. അതുകൊണ്ട് മനുഷ്യരെ കണ്ട് ഭയപ്പെടാനുള്ള, ഇതര വിശ്വാസികളെ കണ്ട് ഭയപ്പെടാനുള്ള, ദൈവവചനം തുറന്നു പറയുമ്പോൾ മറ്റുള്ളവർ നമ്മെ എങ്ങനെ കരുതും എന്ന് വിചാരിച്ച് ആശങ്കപ്പെടുവാനല്ല, ഭീരുവായിരിക്കുവാനുള്ളതല്ല, മറിച്ച് ശക്തിയുടെയും ധൈര്യത്തിൻ്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തോത്രം. ഞാൻ വായിച്ച കുറിവാക്യത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ദൈവത്തിൻ്റെ തിരുവെഴുത്ത് എന്താണ്, അത് എന്തിനു വേണ്ടിയാണ് നൽകിയിരിക്കുന്നത്? കേവലം വായിച്ചു പോകാനുള്ളതാണോ, അല്ലെങ്കിൽ എവിടെയെങ്കിലും വായിച്ച് കേൾക്കാനുള്ളതാണോ? കാരണം അത് ദൈവത്തിൻ്റെ ശ്വാസമാണ്. ദൈവവചനം പറയുന്നത്, ഈ കാണുന്നതെല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടതും ഇല്ലെങ്കിലും ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ കാര്യങ്ങളും ദൈവം തൻ്റെ വചനത്താൽ സൃഷ്ടിച്ചു എന്നാണ് ദൈവവചനം എബ്രായർ 11:3 പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി 1:1 വരുമ്പോൾ ദൈവം കൽപ്പിച്ചു, വെളിച്ചമുണ്ടാകട്ടെ എന്ന് കൽപ്പിച്ചപ്പോൾ സൂര്യനും രാത്രി വെളിച്ചത്തിനായി ചന്ദ്രനും നക്ഷത്രങ്ങളും, അങ്ങനെ ഈ പ്രപഞ്ചം മുഴുവനും ദൈവവചനത്താൽ ഉളവായി എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അടുത്ത വാക്യത്തിൽ വായിക്കുകയാണ്, ഭൂമി പാഴും ശൂന്യവുമായിരുന്നു. അപ്പോൾ പാഴും ശൂന്യമായ ഭൂമിയെ മനോഹരമായ ഭൂമിയായി വാസയോഗ്യമായി മാറ്റിയത് ദൈവത്തിൻ്റെ വചനമാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതങ്ങൾ ഏതാണ്ട് സമാനമാണ്. പാഴും ശൂന്യവുമായ ജീവിതങ്ങൾ. യേശു ക്രിസ്തുവിൻ്റെ സത്യവചനം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരാത്തത്തോളം നമ്മൾ വിചാരിക്കും നമ്മൾ കൊള്ളാവുന്ന വ്യക്തിയാണ്, വിദ്യാഭ്യാസമുണ്ട്, സൗന്ദര്യമുണ്ട്, ബുദ്ധിയുണ്ട്, സമ്പത്തുണ്ട്, കൂട്ടുകെട്ടുണ്ട്, സമൂഹത്തിൽ മാന്യതയുണ്ട്, ആരാധനയ്ക്ക് പോകുന്ന പള്ളികളിൽ മുഖ്യ സ്ഥാനങ്ങളുണ്ട്. പക്ഷേ ദൈവവചനത്തിൻ്റെ മുമ്പിലേക്ക് നാം കടന്നു വരും. ആ ഉരകല്ലിൻ്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോൾ മാത്രം അറിയാൻ കഴിയും നമ്മൾ വെറും പാഴും ശൂന്യവുമാണ്. പ്രൈസ് ദി ലോർഡ്. ഇതൊന്നും നിലനിൽക്കുന്നതല്ല. ഇതൊക്കെ അത് സമാനമായി അതുള്ളവരുടെ അടുക്കൽ മാത്രം നമുക്ക് മേനി നടിക്കാനുള്ളൊരു കാര്യമാണ്. അതിനേക്കാൾ താഴെയുള്ളവർ, അതൊന്നും ഇല്ലാത്തവരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ മാത്രം നമ്മെ അഹങ്കാരികളാക്കുന്നത് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ പാഴും ശൂന്യമായ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തി ദൈവത്തിന് കൊള്ളാവുന്നവരാക്കി മാറ്റുവാൻ കഴിയുന്ന ഒരു കാര്യം ദൈവശാസ്ത്രീയമായ വചനം എന്ന് ദൈവവചനം പറയുന്നു. കർത്താവിന് സ്തോത്രം. അപ്പോൾ ഈ വചനം എന്താണ് ചെയ്യുന്നത്? ഒന്ന്, അത് സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് ഒരു തികഞ്ഞവനാകേണ്ടതിന്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇതിനെ പല ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഒന്ന് ദൈവവചനം ജ്ഞാനത്തിനും ശരിയായ വഴികളിൽ നടക്കുവാനുള്ള ദൈവാത്മാവിൻ്റെ ഡയറക്ഷനും വേണ്ടിയാണ്, അല്ലെങ്കിൽ വിസ്ഡം ആൻഡ് ഡയറക്ഷൻ. അപ്പോൾ ദൈവവചനം, ഒരു മനുഷ്യൻ ഈ ലോകപ്രകാരമുള്ള എല്ലാ വ്യവസ്ഥിതികളിൽ നിന്നും ദൈവം വചനത്താൽ വീണ്ടെടുക്കുന്ന ഒരു മനുഷ്യനെ ദൈവത്തിൻ്റെ ശ്വാസീയമായ ദൈവവചനം നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവവചനത്തിൻ്റെ ശുശ്രൂഷയിൽ വിശ്വാസം, കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു.
അപ്പോൾ കേൾക്കപ്പെട്ട വിശ്വാസം ദൈവവചനത്തിലേക്ക് വചനപ്രകാരം നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ ദൈവവചനത്തെക്കുറിച്ച് എബ്രായ ലേഖനം 4:12 പറയുകയാണ്, അത് ഇരുവായ്ത്തലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. അത് നമ്മുടെ ഹൃദയത്തെ നമ്മൾ ഏതെങ്കിലും ഒരു പച്ചക്കറി മുറിക്കുന്നത് പോലെ, അല്ലെങ്കിൽ പഴം മുറിക്കുന്നത് പോലെ, ഒരു തണ്ണിമത്തൻ മുറിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെന്ന് അതിനെ വേർപെടുവിക്കുന്നവരെയും മുറിക്കുവാൻ കഴിവുള്ളതാണ്. ആ കത്തി, ആ ദൈവവചനമാകുന്ന വാൾ കടന്നു ചെല്ലുമ്പോൾ മാത്രമാണ് നാം എത്രമാത്രം അരിഷ്ട മനുഷ്യരാണ്, ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കുന്ന നമ്മൾ ഒന്നുമല്ലെന്ന് മനസ്സിലാക്കുന്നത് ദൈവവചനത്തിൻ്റെ ഇരുവായ്ത്തിലുള്ള വാൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരുമ്പോഴാണ്. അപ്പോൾ ആ വചനം ജീവനും ചൈതന്യമുള്ളതായ വചനം മരണ അവസ്ഥയിൽ നിന്നും തകർന്ന് തരിപ്പണമായ അവസ്ഥയിൽ നിന്നും പ്രയോജനമുള്ള ദൈവമക്കളാക്കി തീർക്കുവാൻ കഴിവുള്ള ആ ദൈവവചനം എന്താണ് ചെയ്യുന്നത്? ശരിയായ ജ്ഞാനം നമുക്ക് പകർന്നു തരും. നമ്മുടെ ബുദ്ധി പ്രകാരമുള്ള ഇൻ്റലക്ച്വൽ നോളജ് അല്ല, ഹല്ലേലൂയ, ലോകപ്രകാരമായുള്ള ഏതെങ്കിലും വസ്തുതയെ സംബന്ധിച്ചുള്ള അറിവല്ല, മറിച്ച് ശരിയായ ജീവനെ സംബന്ധിച്ചുള്ള, നിത്യജീവനെ സംബന്ധിച്ചുള്ള അറിവിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവരും. ഒന്നാമതായി വിസ്ഡം ആൻഡ് ഡയറക്ഷൻ, ദൈവത്തിൽ നിന്നുള്ള ജ്ഞാനവും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിർദ്ദേശവും. അടുത്തതായി നമുക്ക് നൽകുന്നത് ആശ്വാസവും സമാധാനവുമാണ്. തകർന്ന് തരിപ്പണമായ മനുഷ്യ ജീവിതങ്ങളെ, ആത്മഹത്യക്ക് ഒരുങ്ങിയിരുന്നവരെ, അല്ലെങ്കിൽ ഇനിയൊരു ജീവിതമില്ല എന്ന് വിചാരിച്ച് നിരാശയിൽ മരിക്കാനുള്ള ഭയം കൊണ്ട് ജീവിച്ചു തീർക്കുന്നു എന്ന് വരുത്തി തീർത്തുകൊണ്ട്, ജീവിക്കുന്നു വരുത്തി തീർത്തുകൊണ്ട് കഷ്ടതയിലും അരിഷ്ടതയിലും ദാരിദ്ര്യത്തിലും കോപത്തിലും വിദ്വേഷത്തിലും വെറുപ്പിലും അലടിയ എല്ലാ തരത്തിലുള്ള സകല നെഗറ്റീവ് വികാരങ്ങളുടെയും പ്രതിഫലനമായി ആയിത്തീർന്ന ഈ ലോകത്ത് ശരീരത്തിൽ ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ജീവിക്കുന്നു എന്ന് വിചാരിക്കുന്ന അസംഖ്യം ആളുകളിൽ ഒരാളായി, ഈ പ്രപഞ്ചത്തെ മലിനസമാക്കുന്ന അനേക വ്യക്തി ജീവങ്ങൾ ഒരാളായിട്ട് നമുക്കിവിടെ ജീവനോടുകൂടി ഇരിക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് ദൈവത്തിൻ്റെ വചനം, ആ ഇരുവായ്ത്തലുള്ള വാൾ പോലെയുള്ള വചനം ഹൃദയത്തിലേക്ക് ചെല്ലുമ്പോൾ ആശ്വാസവും സമാധാനവും നൽകുന്നു. നമുക്കറിയാം, ആ കോടിക്കണക്കിന് ഇത്തരം ടെസ്റ്റിമോണി, ഇത്തരം സാക്ഷികളുടെ സമൂഹം ക്രിസ്ത്യാനിറ്റിക്ക് പറയാനുണ്ട്. ഓവർ ദ സെഞ്ചുറീസ്, സഹസ്രാബ്ദങ്ങൾ കൊണ്ട് ഒരുപക്ഷെ എഴുതി കൂട്ടാൻ കഴിയാത്ത, ലോകത്തിൽ ഒരു കാൽക്കുലേറ്ററിലും എണ്ണി തീർക്കാൻ കഴിയാത്ത തരത്തിൽ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി തകർന്ന മനസ്സുകൾക്ക് ആശ്വാസവും അതുപോലെ പ്രത്യാശയും പകരുന്നതാണ് ദൈവവചനം. അടുത്തതായി ദൈവവചനം നമുക്ക് നൽകുന്നത് ശക്തിയും പ്രത്യാശയുമാണ്. എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ, എൻ്റെ ജീവിതം അവസാനിച്ചിട്ടില്ല, എനിക്കിനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയാണ് ഞാൻ തുടങ്ങാൻ പോകുന്നത്, ഇനിയാണ് ഞാൻ പ്രയോജനമുള്ള ഒരു വ്യക്തിയായി തീരാൻ പോകുന്നത്, അതുകൊണ്ട് എനിക്ക് ശക്തിയുണ്ട്, എനിക്ക് ചില കാര്യങ്ങളെ ചെയ്യുവാൻ കഴിയും, മുമ്പത്തെ അവസ്ഥ പോലെയല്ല, എല്ലാം അവസാനിച്ചു, എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള തലത്ത് നിന്നും എനിക്ക് ചിലത് ചെയ്യുവാൻ കഴിയും, എന്നെ ചില കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവിലേക്കും അതുപോലെ വരുവാനുള്ള ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശയും നൽകുന്നതാണ് ദൈവവചനം. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി ദൈവവചനം നമുക്ക് രൂപാന്തരവും ശുദ്ധിയും നൽകുന്നു. ദൈവവചനം, ഹല്ലേലൂയ. ദൈവവചനം പാപിയായ ഒരു മനുഷ്യനെ വിശുദ്ധനാക്കി തീർക്കുന്നു എന്ന് നമുക്കറിയാം. ദൈവവചനത്തിന് അത്രമാത്രം ശക്തിയുണ്ട്. നമുക്കറിയാം, ആഫ്രിക്കൻ നൈജീരിയൻ കാടുകളിലെ നരഭോജികളായിരുന്ന മനുഷ്യരെ മനുഷ്യ സ്നേഹികളാക്കിയിട്ടുണ്ട് ദൈവവചനം. അമേരിക്കയിൽ ഉണ്ടായിരുന്ന 1900 ആദ്യ പാതകങ്ങളിൽ ജീവിച്ചിരുന്ന നിക്കി ക്രൂസ് എന്ന് പറയുന്ന ഒരു കൊള്ള സംഘ തലവനെ മനുഷ്യരെ കൊല്ലുന്നതിലും ഡ്രില്ലിംഗ് മെഷീൻ പോലുള്ള മെഷീൻ കൊണ്ടുവന്ന് ഭിത്തിയോട് ചേർത്ത് തുളയ്ക്കുന്നതിലും ആനന്ദം കണ്ടെത്തിയിരുന്ന മനുഷ്യനെ ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തിയതാണ് ദൈവവചനം. പ്രസംഗിക്കാൻ ചെന്ന ദൈവദാസനെ മുഖത്ത് തുപ്പുകയും കവിളത്തടിക്കുകയും ചെയ്തപ്പോഴും നിക്കി ക്രൂസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോഴും വായിൽ നിറച്ചുള്ള കാർക്കിച്ച് തുപ്പൽ മുഖത്തേക്ക് തുപ്പിയപ്പോഴും കരണത്തടിച്ചപ്പോഴും നിക്കി ക്രൂസ് ഇപ്പോഴും ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ ദൈവവചനം. നിക്കി ക്രൂസിന് 3-ാമത്തെ പ്രാവശ്യത്തിന് ശേഷം ഹല്ലേലൂയ
തകർന്ന് തരിപ്പണമായ ഒരു നിക്കി ക്രൂസിനെയാണ് ലോകം പിന്നെ കാണുന്നത്. പിന്നീട് നിക്കി ക്രൂസ് ഫൗണ്ടേഷൻ എന്ന പേരിൽ അമേരിക്കയിൽ ബൈബിൾ കോളേജുകൾ സ്ഥാപിച്ചുകൊണ്ട് സുവിശേഷ രംഗത്തേക്ക് കടന്നു വരുവാൻ കഴിയുമെങ്കിൽ തല്ലുകൊടുത്തിട്ടല്ല, നമ്മളെ നല്ലവരാക്കി തീർക്കുന്ന ജയിലുകളിലേക്ക് കൊണ്ടുപോയി മോറൽ സയൻസ് പഠിപ്പിച്ചിട്ടല്ല, ദൈവവചനമാകുന്ന ഇരുവാത്തിലുള്ള വാൾ അകത്തേക്ക് ഇടപെട്ടപ്പോൾ ദൈവത്തിന്റെ സ്നേഹം കവിഞ്ഞൊഴുകുന്ന ഒരു മനുഷ്യന്റെ അധരങ്ങളിലൂടെ വാസ്തവമായും ജീവനുള്ള ദൈവത്തിന്റെ വചനം, ഇരുവാഴ്ചയുള്ള വാളിനേക്കാളും മൂർച്ചയേറിയ വചനം, നിക്കി ക്രോസിനെ പോലെയുള്ള ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ക്രൂരന്മാരായ മനുഷ്യ ഹൃദയങ്ങളെ തകർന്ന തരിപ്പണമാക്കി ഒരു പുതു സൃഷ്ടിയാക്കി തീർത്ത വചനത്തിന് ഹല്ലേലൂയ രൂപാന്തരപ്പെടുത്തുവാനുള്ള ശക്തിയുണ്ട്. ഹല്ലേലൂയ. എന്തെങ്കിലും മാറ്റം നമ്മൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നാം മാറ്റത്തിന്റെ പാതയിലാണ്. അത് ദൈവത്തിന്റെ വചനത്തിന് മാത്രം കഴിയുമാറാക്കിയ കാര്യം. നമ്മുടെ സ്വാർത്ഥത കളഞ്ഞത്, ഹല്ലേലൂയ, ആർക്കും ഒന്നും കൊടുക്കാത്ത ഒരു അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവർക്കും പങ്കുവെച്ചു കൊടുക്കുന്ന ഒരു മനസ്സ് അവസ്ഥയിലേക്ക് ഹല്ലേലൂയ നമ്മെ ഓരോരുത്തരെയും മാറ്റിയ ദൈവത്തിന്റെ വചനമാണ് ഇന്ന് ഇത് ചെയ്തത്. പ്രൈസ് ദി ലോർഡ്. അത് നമുക്ക് രൂപാന്തരവും ആന്തരിക വിശുദ്ധീകരണവും നൽകും. നമ്മുടെ ഹൃദയത്തിലെ എല്ലാ കന്മഷങ്ങളും മാലിന്യങ്ങളും അശുദ്ധിയും പാപവും എല്ലാം മാറിയിട്ട് ദൈവത്തിന്റെ സ്നേഹത്തിൽ ഉളവാകുന്ന പ്രത്യാശ നിർഭരമായ അനുഗ്രഹപരമായ ദൈവ സാന്നിധ്യം അനുഭവിക്കുവാൻ നാം ഇടയാക്കി തീർക്കുന്ന വിധത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നിരന്തരമായ ഇടപെടൽ ദൈവവചനത്തിലൂടെ നമ്മെ രൂപാന്തരപ്പെടുത്തുകയും നമ്മുടെ ഹൃദയം ശുദ്ധിയുള്ളവരായി തീരുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അടുത്തതായി ദൈവത്തിന്റെ വചനം നമുക്ക് ട്രസ്റ്റും സ്റ്റെബിലിറ്റിയും നൽകുന്നു. എന്താണ്? ദൈവത്തിൽ അല്ലെങ്കിൽ ഏതൊരു കാര്യത്തിലും ശരിയായ ഒരു വിശ്വാസം ഉണ്ടാകുവാനും ആ വിശ്വാസം നിരന്തരമായി സ്ഥിരതയോടെ കൊണ്ടുപോകുവാനും വചനത്തിന് കഴിവുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് ദൈവവചനത്തെ സംബന്ധിച്ച് പൗലോസ് പറയുന്നത് അത് പലതരത്തിലുള്ള ഗുണീകരണത്തിന്, ശാസനയ്ക്ക്, ഉപദേശത്തിന്, നീതി അഭ്യസിക്കുന്നതിന് എല്ലാം നമുക്ക് പ്രയോജനമുള്ളത് ആകുന്നു എന്നുള്ളത്. ദൈവം നമ്മെ വിളിച്ചത് നമുക്ക് വേണ്ടി ജീവിക്കുവാനല്ല, ക്രിസ്തുവിൻ്റെ പ്രതിനിധികളായി, ക്രിസ്തുവിൻ്റെ അംബാസഡേഴ്സായി, ക്രിസ്തുവിൻ്റെ ശാരീരിക അസാന്നിധ്യത്തിൽ ക്രിസ്തുക്കളായി ക്രിസ്തുവിനെ പോലെ അനേകരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുവാൻ രൂപാന്തരപ്പെട്ട വിശ്വാസത്താൽ പ്രത്യാശയാൽ അധിഷ്ഠിതമായ ഗുണപരമായ പ്രവർത്തികളിലൂടെ ക്രിസ്തുവിലേക്ക് ജനതയെ ആകർഷിക്കാൻ കഴിയുന്ന റോൾ മോഡലുകളായിരിക്കാൻ വേണ്ടിയാണ് അനേകരെയും കർത്താവ് ഈ ലോകത്തിൽ നിന്ന് വിളിച്ചിട്ടുള്ളത്. എന്നാൽ നമ്മൾ പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന സമാധാനം, സന്തോഷം മതി എന്ന് മാത്രം വിചാരിക്കുന്നവരാണ്. എന്നാൽ അങ്ങനെയൊക്കെ നമ്മുടെ അപ്പോസ്തലന്മാർ വിചാരിച്ചിരുന്നുവെങ്കിൽ, തങ്ങൾക്ക് ലഭിച്ച രക്ഷ മതി എന്ന് വിചാരിച്ചിരുന്നെങ്കിൽ അവർ കഷ്ടങ്ങൾ സഹിക്കുമായിരുന്നു എന്നൊരു കാര്യം ഓർത്ത് നോക്കുക. നമ്മളുടെ അപ്പോസ്തല പിതാക്കന്മാരുടെ കാലഘട്ടങ്ങളിൽ ഇന്ന് നാം അനുഭവിക്കുന്ന പോലെ മെച്ചപ്പെട്ട വസ്ത്രങ്ങൾ മാറി മാറി എടുക്കുവാൻ വസ്ത്രങ്ങൾ, നല്ല പാദരക്ഷകൾ, നല്ല വാച്ച്, നല്ല മൊബൈല്, നല്ല യാത്രാ സൗകര്യങ്ങൾ, വാഹനങ്ങൾ, വഴികൾ പോലും ഉണ്ടായിരുന്നില്ല. എങ്കിലും അവർ സുവിശേഷത്തിൻ്റെ രണാങ്കണത്തിൽ അന്ത്യത്തോളം പോരാടി. കാട്ടുമൃഗങ്ങളുടെ ആപത്ത്, കാട്ടിലെ കല്ലുമുള്ളും നിറഞ്ഞ പാതകളിലൂടെ, പാറക്കെട്ടുകളിലൂടെ എവിടേക്ക് പോകുന്നുവെന്നറിയാതെ പരിശുദ്ധാത്മാവ് നടത്തിക്കൊണ്ടുപോയ വഴികളിൽ അവർ നടന്നും കപ്പൽ യാത്ര ചെയ്തും കപ്പൽ അപകടത്തിൽപ്പെട്ടും തിരസ്കരിക്കപ്പെട്ടും കാരാഗ്രഹവാസം അനുഭവിച്ചും കഷ്ടത അനുഭവിച്ചും വല്ലപ്പോഴുമൊക്കെ ലഭിക്കുന്ന തുച്ഛമായ ആഹാരം ഭക്ഷിച്ചുകൊണ്ടും കൊടും തണുപ്പിലും വലിയ ചൂടിലും അവർ ഈ ഭൂമി പ്രപഞ്ചം ഇന്ന് മുഴുവനും സുവിശേഷം നിറയ്ക്കുവാൻ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരെയും കർത്താവ് വീണ്ടെടുത്തവരെയും പ്രാപ്തരാക്കിയത്. ഹല്ലേലൂയ. അവരെ ഏതെങ്കിലും ഒരു കമ്പനി സ്പോൺസർ ചെയ്ത് ഇന്ന് നമ്മളൊരു സ്ഥലത്തേക്ക് അയക്കുന്ന പോലെ അയച്ചിട്ടില്ല. അവരെ വീണ്ടെടുത്തവൻ്റെ അവരുടെ ഉള്ളിൽ നിറച്ച പ്രത്യാശയാണ്. അവരെ ഈ വിധത്തിൽ ലോകമാസകലം ഇന്ന് നമ്മളുടെ അടുക്കലും ഈ സുവിശേഷം എത്തുവാൻ കാരണമായി തീർന്നത്. അതുതന്നെയാണ് തിമോത്തിക്ക് എഴുതിക്കൊണ്ട് പൗലോസ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം. ഇത് തിമോത്തിയുടെ രൂപാന്തരത്തിന് വേണ്ടി എഴുതിയതല്ലാണോ? തിമോത്തിയോസിനെ സംബന്ധിച്ച് പൗലോസിന് നല്ല ധാരണയുണ്ടായിരുന്നു, നല്ല ഉറപ്പുണ്ടായിരുന്നു. അവനെ എഴുതി അറിയിക്കുന്നത്
തൻ്റെ ശുശ്രൂഷയിൽ ഉള്ള സ്ഥലങ്ങളിലേക്ക്, തൻ്റെ ശുശ്രൂഷകരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ളവരിലൂടെ പകർന്ന് അനേകരുടെ ഇടങ്ങളിലേക്ക് ക്രിസ്തുവിൻ്റെ സ്നേഹം എത്തിക്കുക, ക്രിസ്തുവിൻ്റെ രൂപാന്തരപ്പെടുത്തുന്ന വചനം എത്തിക്കുക. അങ്ങനെ അനേകരെ ആലടിയ പിശാചിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവപുത്രൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവയൊക്കെ ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമുക്ക് ചില വാക്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വായിക്കാൻ വേണ്ടി നമുക്ക് വായിക്കാം. രണ്ട് പത്രോസ് 1:19. രണ്ട് പത്രോസ് 1:19. പ്രവാചകവാക്യവും 16 മുതൽ വായിച്ചു. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, അവന്റെ മഹിമ കണ്ട സാക്ഷികളായി തീർന്നിട്ടത്രേ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്ങൾ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിലിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് ഈ ശബ്ദവും ഉണ്ടായത് കേട്ടു. പ്രവാചകവാക്യവും അധിക സ്ഥിരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദയ നക്ഷത്രം ഉദിക്കുകയും ചെയ്യുമ്പോളം ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നന്ന് മതി. പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ സ്തോത്രം. അപ്പോസ്തലനായ പത്രോസ് വീണ്ടെടുക്കപ്പെട്ട ഹെബ്രായ സഭയോട് പറയുകയാണ്, ഞങ്ങൾ പ്രസ്താവിക്കുകയും ഞങ്ങൾ പഠിപ്പിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞങ്ങളുടെ സ്വയബുദ്ധിയിൽ ഉളവായ കാര്യങ്ങളല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തെക്കുറിച്ച് മാത്രം നമ്മുടെ സ്വന്തം വിവേകത്തിലും ബുദ്ധിയിലും ഒരു കാര്യവും പറയാനും പഠിപ്പിക്കുവാനും നമുക്ക് കഴിയുകയില്ല. അങ്ങനെ ചെയ്യുന്നവർ അനവധി ആളുകളുണ്ട്. അതിനോട് കൂട്ടിയേർക്കുകയും അതിൽ നിന്ന് എടുത്തു കളയുകയും സ്വന്തം ഭാവനകൾ അതിൽ നിറച്ചു വെച്ച് ഇങ്ങനെയാണ് ദൈവവചനം ഇതിനെ അർത്ഥമാക്കുന്നത് എന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ധാരാളം ആളുകൾ ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ പൗലോസ് പറയാണ്, ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷതയും നിങ്ങളോട് അറിയിച്ചത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, ഞങ്ങൾ ഉണ്ടാക്കിയെടുത്ത കെട്ടുകഥയല്ല, ഇതൊരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അല്ല, മറിച്ച് അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ട് എത്രേ പത്രോസിന് പറയാൻ കഴിയും. കാരണം മത്തായി സുവിശേഷം 17-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഉയർന്ന ഒരു മലയിലേക്ക് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് താൻ രൂപാന്തരപ്പെട്ടു. അവിടെ വെച്ച് താൻ വാസ്തവത്തിൽ ആരാകുന്നു എന്ന് അവർക്ക് വെളിപ്പെടുത്തി. ആ അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്നും ഉയർന്നു കേട്ട ശബ്ദം ഞങ്ങൾ കേട്ടത് നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളത് നിർമ്മിത കഥകളെ പ്രമാണിച്ചിട്ടല്ല, മറിച്ച് അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. പ്രൈസ് ദി ലോർഡ്. ഓരോ വിശ്വാസിയും ദൈവവചനം കേട്ട് അന്തർഭാഗത്ത് ഇവിടെ നിന്ന് ആ വചനത്തോട് പ്രത്യുത്തരം ചെയ്യുന്ന ഒരു ആത്മീയ പ്രകാശനം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് കേവലം നമ്മുടെ ബുദ്ധിയുടെ പ്രമാണം കൊണ്ടുണ്ടായതല്ല, ദൈവം നമ്മെ അവൻ്റെ തേജസ്സിനായി മുൻ നിയമിച്ചത് എന്ന് ദൈവവചനം പറഞ്ഞു. അതുകൊണ്ടാണ് മറഞ്ഞിരിക്കുന്ന ജ്ഞാനം അതുകൊണ്ട് ജ്ഞാനമായത്രേ ഞങ്ങൾ പ്രസ്താവിക്കുന്നത്. അത് ഈ ലോകത്തിൻ്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞിരുന്നെങ്കിൽ തേജസ്സിൻ്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ്റെ ശബ്ദം പിതാവും ദൈവത്താൽ അവന് മാനവും തേജസ്സും ലഭിച്ചു. ഞങ്ങൾ അവനോടുകൂടെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായി. പ്രവാചക വാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്കുണ്ട്. നേരം വെളുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദയനിശം ഉദിക്കുകയും ചെയ്യുവോളം ഇരുണ്ട സ്ഥലത്തെ പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നൽകി. നമുക്കറിയാം, നമ്മുടെ ലോകം സുവിശേഷത്തിൻ്റെ കണ്ണിൽ ഒരു ഇരുട്ടിലാണ് കഴിയുന്നത്. നമ്മൾ പറയും പകൽ നമുക്ക് വെളിച്ചമുണ്ട്, രാത്രിയെ പകലാക്കാനുള്ള വെളിച്ചത്തിൻ്റെ സ്രോതസ്സുകൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിന് മുമ്പിൽ ഈ ലോകത്തിൽ കാണുന്ന സൂര്യ വെളിച്ചവും മനുഷ്യനുണ്ടാക്കിയ മറ്റ് പ്രകാശങ്ങളുമല്ല.
ലോകത്തിൻ്റെ വെളിച്ചം മനുഷ്യനാണ്. ഹല്ലേലൂയ. ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഇരുണ്ട സ്വഭാവമുള്ളവരാണ്, ഇരുട്ടിൻ്റെ പ്രവർത്തികളെ ചെയ്യുന്നവരാണെങ്കിൽ ആ പ്രദേശത്തുള്ള എല്ലാവരും അവരെ അനുഗമിക്കുന്നവരും ഇരുട്ടിൻ്റെ പാതകൾ നടക്കുന്നവരായിരിക്കും. എന്നാൽ യേശു പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. പ്രൈസ് ദി ലോർഡ്. യേശു സ്വയം താൻ പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. ഹല്ലേലൂയ. പ്രകാശത്തെ അനുഗമിക്കുന്നവൻ പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യിക്കുമാറാക്കും. കാരണം ഇരുട്ടിനെ മാറ്റുവാൻ കഴിയുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രകാശത്തിന് മാത്രമാണ്. ദൈവവചനം വാസ്തവമായും പ്രകാശമാണ്. നമ്മുടെ ഹൃദയത്തിലെ ഇരുട്ട് മാറ്റി പ്രകാശിപ്പിക്കാൻ കഴിയുന്ന ആ ദൈവവചനം ഇരുണ്ട പ്രദേശങ്ങളിൽ, ഇരുണ്ട ഇടങ്ങളിൽ പ്രകാശമായി തീരേണ്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. കുടുംബങ്ങളിൽ പ്രകാശമാകുവാൻ, തകർന്ന ഹൃദയങ്ങളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ കൂട്ടിയോജിപ്പിക്കുന്ന പ്രകാശത്തിൻ്റെ പ്രതിഫലനമായി മാറേണ്ടതിന് ആണ് ദൈവം നമ്മെ വിളിച്ചത് എന്ന് അപ്പോസ്തലനായ പത്രോസ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം അടുത്ത വാക്യത്തിൽ പറയുകയാണ്, തിരുവെഴുത്തിലെ പ്രവചനമൊന്നും സ്വയമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. ദൈവവചനത്തിലെ പ്രവചനങ്ങൾ ഒന്നും തന്നെ മനുഷ്യൻ്റെ സ്വന്തമായ വ്യാഖ്യാനത്തിന് ഉള്ളതല്ല എന്നറിയണം. എന്നാൽ നാം ഇന്ന് ജീവിക്കുന്ന തലമുറയിൽ ഓരോരുത്തർക്കും സ്വന്തം ബുദ്ധിയിൽ തോന്നുന്നത് പോലെ ദൈവവചനം വ്യാഖ്യാനിക്കുന്നുണ്ട്. നമ്മൾ ദൈവവചനം വ്യാഖ്യാനിക്കുന്നവരല്ല, മറിച്ച് നമ്മൾ ദൈവവചനത്തെ എവിടെയെല്ലാം സമാനമായ ദൈവവചനം ഉണ്ടോ എന്നത് ചൂണ്ടിക്കാണിക്കുക ചെയ്യും നമ്മൾ, അല്ലേ? നമ്മൾ ദൈവവചനം ഇതിനെ ഉദ്ദേശിക്കുന്ന, ഇതിനെ ദൈവം എങ്ങനെയാണ് അർത്ഥമാക്കുന്നത് നമ്മൾ ഒരിക്കലും പഠിപ്പിക്കാറില്ല. ഇതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് നമ്മൾ പറയാറില്ല. കാരണം ഈ പുസ്തകം നമ്മുടെ കൈവശമിരിക്കുന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ ഇല്ലാത്തതൊന്നും ലോകത്തിലില്ല. ഇത് കാലാകാലങ്ങളായി സംഭവിച്ചു പോരുന്ന കാര്യങ്ങളെ, അവിടെയും ഇവിടെയും വരികൾക്കിടയിൽ ദൈവം മറച്ചിരിക്കുന്ന ആത്മീയ മർമ്മങ്ങളെ, അതിന് ആകത്തുകയെ എടുത്ത് കാണിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്നൊരു കാര്യം. അതിനകത്തുള്ളതിൽ നിന്നും അപ്പുറമായി പുറത്തേക്ക് പോയി എന്തെങ്കിലും ചെയ്യുവാൻ നമുക്ക് അവകാശമില്ല. ദൈവത്തിന് സ്തോത്രം. കാരണം നമുക്ക് പ്രവർത്തിക്കുവാൻ ദൈവം ഒരു വളയം തന്നിട്ടുണ്ട്. വളയത്തിന് പുറത്ത് ചാടാൻ അവകാശം നമുക്കില്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, അപ്പോസ്തലന്മാർ, നമ്മൾ ഈ വായിക്കുന്ന തിരുവെഴുത്തിൽ തന്നെ ആ വാക്യോട് വായിച്ച് ഞാൻ തിരിച്ചു വരാം. ദൈവത്തിൻ്റെ പ്രവചനം ഒരിക്കലും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. ഇതിൽ എഴുതിയിരിക്കുന്ന ഒരു പ്രവചനവും മനുഷ്യൻ്റെ ഇഷ്ടത്താൽ വന്നതല്ല. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഇസ്രായേലിനെ നിശിതമായി വിമർശിക്കുന്ന, അതായത് ഈ വിമർശനം കേട്ട് കഴിഞ്ഞാൽ പ്രവാചകനെ അപ്പം തന്നെ കുത്തിക്കീറാൻ തരത്തിലുള്ള വിമർശനങ്ങൾ പ്രവാചകൻ യിരെമ്യാവൊക്കെ ആ കാലത്ത് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു കാലത്ത് ആത്മീയമായി തങ്ങൾ വലിയ മികവുറ്റവരെന്നും ദൈവത്തിൻ്റെ ജനമെന്നും ദൈവിക കാര്യങ്ങളെ ചെയ്യുന്നവരെന്നും വിചാരിച്ചിരുന്ന പരീശന്മാരോട് യേശു പറഞ്ഞു, നിങ്ങൾ വെള്ള തേച്ച കുഴിമാടങ്ങളാണ്. ഏതെങ്കിലും പുരോഹിതന്, ഏതെങ്കിലും പ്രവാചകന്, ഏതെങ്കിലും ശാസ്ത്രിക്ക് ദഹിക്കുന്ന കാര്യമാണത്? ദൈവത്തിൻ്റെ ആളുകളെന്ന് വിചാരിച്ച് നടക്കുന്നവരോട് നിങ്ങൾ വെള്ള തേച്ച കുഴിമാടങ്ങളാണ്. പുറമെ നിങ്ങൾ വെളുത്തിരിക്കുന്നുണ്ട്, അകം മുഴുവൻ കറുത്തും മലിനസവുമായിരിക്കുന്നു. നിങ്ങളുടെ തൊണ്ട തുറന്ന ശവക്കുഴിയാണ്. അത് തുറന്നാൽ ദുർഗന്ധം, ശവം ദഹിക്കുന്ന ദുർഗന്ധമാണ് വരുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾ പുറപ്പെടുവിക്കുന്നതെല്ലാം നശിച്ചു പോകുന്നതും ദുർഗന്ധം പരത്തുന്നതും നാശയോഗ്യവുമാണ് എന്ന് പറഞ്ഞു. കൂടാതെ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ പ്രവാചകന്മാരായി സംസാരിച്ചിട്ടുള്ള ഓരോരുത്തരും അവർ സംസാരിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ബുദ്ധിയുടെ പ്രമാണം കൊണ്ട് സംസാരിച്ചതല്ല. യെശയ്യാവ് പറഞ്ഞു, കന്യ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിക്കും. യെശയ്യാവിൻ്റെ സ്വന്തം ബുദ്ധിയിൽ യെശയ്യാവ് പറയുമോ? പറയാൻ പറ്റുമോ? കന്യ ഗർഭം ധരിക്കുകയും ശിശു ഉണ്ടാകുകയും ചെയ്യുന്നത് ഒരിക്കലും സ്വാഭാവികമായ ഒരു പ്രക്രിയയല്ല. അന്നുമല്ല, ഇന്നുമല്ല, ഒരിക്കലുമല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയണമെങ്കിൽ ഇതൊന്നും ഈ പറഞ്ഞവരാരും അവരാഗ്രഹിച്ചിട്ട് പിന്നെന്ത് ചെയ്താ പറഞ്ഞതല്ല, മറിച്ച് അവരുടെ മേൽ പ്രവചനം വന്നു വായ തുറക്കുക മാത്രമേ ഉള്ളൂ. അവർക്ക് ചെയ്യേണ്ട കാര്യമുള്ളൂ. വായ തുറക്കുക, സംസാരിക്കുക. സംസാരിച്ച കാര്യം ഇതിനെ പ്രവചിക്കാൻ അവരുടെ വായിൽ കൊടുത്തവൻ നിവർത്തിക്കാൻ മതിയായ ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവവചനം പറയുന്നു,
പ്രവചനം മനുഷ്യനിഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യർ പരിശുദ്ധാത്മ നിയോഗം പ്രാപിച്ചിട്ട് സംസാരിച്ചതത്രേ. അപ്പോൾ ഈ വിധത്തിൽ ദൈവത്തിൻ്റെ വചനം ഈ മനുഷ്യരെ വീണ്ടെടുക്കപ്പെട്ട, അല്ലെ ദൈവം തിരഞ്ഞെടുത്ത മനുഷ്യരുടെ അധരങ്ങളിലൂടെ ഉപയോഗിക്കുമ്പോൾ അവരിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് അവരുടെ അധരങ്ങളിൽ അവർക്ക് സംസാരിക്കാൻ കൊടുത്തത്, സംസാരിച്ച പ്രവചനങ്ങളൊന്നും തന്നെ മനുഷ്യരുടെ സ്വയമായ വ്യാഖ്യാനത്തിലുള്ളവായതല്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ പ്രസംഗങ്ങൾക്കെല്ലാം ഒരു പരിധിയും പരിമിതിയും ഉണ്ട്. നമുക്ക് ദൈവവചനത്തെ ആകത്തുക, മനുഷ്യൻ്റെ വീണ്ടെടുപ്പും രക്ഷയും സംബന്ധിച്ചുള്ള ആകത്തുക കിടക്കുന്നത് എടുത്ത് മനുഷ്യർക്ക് കൊടുക്കുക മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചോദിക്കുമായിരിക്കും, യഹൂദന് കൊടുത്തിരിക്കുന്ന അടിസ്ഥാനപരമായ 39 പുസ്തകങ്ങൾ മാത്രമേ നമുക്ക് ദൈവവചനമായിട്ട് യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ശേഷം 4 സുവിശേഷങ്ങളും 27 പുസ്തകങ്ങൾ, 23 മറ്റ് ലേഖനങ്ങളും എങ്ങനെയാണ് ദൈവവചനമാകുന്നത്? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാം, ഈ 27 പുസ്തകങ്ങളിലുള്ളതൊന്നും പഴയ പുസ്തകങ്ങളിൽ ഇല്ലാത്തതല്ല. ആമേൻ. പഴയ പുസ്തകങ്ങളുടെ പ്രകാശനമാണ് പുതിയ നിയമം. പഴയ നിയമത്തിലെ യഹോവയായി വെളിപ്പെട്ട് അല്ലെങ്കിൽ സംസാരിക്കപ്പെട്ടിട്ടുള്ളവൻ്റെ പ്രത്യക്ഷതയാണ് പുതിയ നിയമം. പഴയ നിയമത്തിലെ പ്രവചനങ്ങളുടെ സാക്ഷാൽ നിവർത്തീകരണമാണ് പുതിയ നിയമം. അതിനെ പഴയ നിയമത്തെ തിരസ്കരിച്ച് കളഞ്ഞവർക്ക് പഴയ നിയമത്തിലേക്ക്, ദൈവത്തിലേക്ക് ജനത്തെ മടക്കി കൊണ്ടുപോകുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പഴയ നിയമത്തിൽ പ്രവചിക്കപ്പെട്ട മെസ്സിഹയെ അവതരിപ്പിക്കുകയാണ് പുതിയ നിയമത്തിലൂടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപ്പോസ്തലന്മാർ സംസാരിച്ചതെല്ലാം ദൈവവചനമാണ്. ഹല്ലേലൂയ. മർക്കോസ് 16:20 നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ്? അപ്പോസ്തലന്മാരാൽ നടന്ന അടയാളങ്ങളാൽ ദൈവം വചനത്തെ ഉറപ്പിച്ചു പോന്നു. പ്രൈസ് ദി ലോർഡ്. ഉൽപ്പത്തി മുതൽ മലാഖി വരെയുള്ള വചനത്തെ ആർക്കും ഉറപ്പിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് അപ്പോസ്തലന്മാർ സംസാരിക്കുന്നത് ദൈവവചനമാണ്. അതിനെ ഉറപ്പിക്കുന്നത് അടയാളങ്ങളെ ചെയ്തുകൊണ്ട് കർത്താവ് ഉറപ്പിക്കുക. അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം പഴയ നിയമമായും പുതിയ നിയമമായും നമ്മുടെ കൈവശമുള്ള പുസ്തകം പൂർണ്ണമായും ദൈവശ്വാസീയമാണ്. ഹല്ലേലൂയ. ദൈവം വിശുദ്ധന്മാരുടെ അധരങ്ങളിലൂടെ ശ്വാസം മുഖാന്തരം ദൈവശ്വാസം വചനമായി നമുക്ക് നൽകിയിട്ടുള്ളതാണ്. ഈ വചനം ആണ് മനുഷ്യ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന, മനുഷ്യ ജീവിതങ്ങളെ നിരാശയിൽ നിന്ന് പ്രത്യാശയിലേക്ക്, ദുഃഖത്തിൽ നിന്നും സന്തോഷത്തിലേക്ക്, വിലാപത്തിൽ നിന്നും ആനന്ദത്തിലേക്ക് നയിക്കുന്നത് ഈ ദൈവത്തിൻ്റെ വചനമാണ്. ഈ ദൈവവചനത്തിന് കഴിയാത്തത് ഒന്നുമില്ല. നാം നമ്മെ തന്നെ ദൈവവചനത്തിന് പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിന് നമ്മിൽ വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. എഫേസ്യ ലേഖനത്തിൻ്റെ 5:21 മുതൽ നമുക്കൊന്ന് വായിക്കാം. ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിനും ഭാര്യമാരെ കർത്താവിന് എന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. ഹല്ലേലൂയ. ക്രിസ്തു ശരീരത്തിൻ്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയാകുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. പ്രൈസ് ദി ലോർഡ്. എന്നാൽ സഭ ക്രിസ്തുവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴടങ്ങിയിരിക്കണം. നമുക്കറിയാം, ദൈവവചനം, ഞാനിത് വ്യാഖ്യാനിക്കാൻ പോകുന്നില്ല, കാരണം എല്ലാവർക്കും അറിയാം എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്. വളരെ പ്ലെയിൻ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അനുസരണത്തിന്, വിധേയത്വത്തിന് എല്ലാം ദൈവവചനം ഉപകരിക്കുന്ന, എല്ലാ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെടുന്ന എല്ലാ മണ്ഡലങ്ങളെയും സംബന്ധിച്ച് ദൈവവചനം നമുക്ക് കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഭർത്താക്കന്മാരെ, ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. ഇത് നമ്മൾ ചോദിക്കുമ്പോൾ, എൻ്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നില്ലല്ലോ, എൻ്റെ ഭർത്താവ് എന്നെ കരുതുന്നില്ലല്ലോ, പോട്ടെ, കരുതുകയും സ്നേഹിക്കുകയും വേണ്ട, ചീത്ത വിളിക്കുന്നില്ലല്ലോ, അസഭ്യ വാക്കുകളും ഒരു ഭാര്യയും ഒരിക്കലും കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത വാക്കുകൾ പറയാതിരിക്കുകയെങ്കിലും ചെയ്യുന്നില്ലല്ലോ എന്ന് ചോദിക്കാം. പക്ഷേ ദൈവവചനത്തെ സംബന്ധിച്ച് ABCD അറിയത്തില്ലാത്ത, ലോകത്തിൻ്റെ മുമ്പിൽ
അല്ലെങ്കിൽ ദൈവവചനം വിശ്വസിക്കുന്ന ഒരു ദൈവവിശ്വാസിയുടെ മുമ്പിൽ കേവലം മൃഗസമാനനായ ഒരു മനുഷ്യനിൽ നിന്നും എങ്ങനെ ഇതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയും? അങ്ങനെ എന്തെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ഞാൻ മുമ്പ് പറഞ്ഞ നിക്കി ക്രൂസിൻ്റെ അടുക്കൽ ചെന്ന ആ ദേവദാസിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ജോൺസൺ എന്തോ ഒരു പേരുള്ളതാണ്, എന്തോ ഒരു ജോൺസണാണ്. അപ്പോൾ അദ്ദേഹത്തെ പോലെ നിക്കി ക്രൂസിൻ്റെ അവസ്ഥയിലുള്ള ഒരു ഭർത്താവിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയണമെങ്കിൽ നമ്മുടെ സ്നേഹം അത്രമാത്രം ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് വന്നതാകണം. നിരന്തരമായ ഇടപെടലുകൾ കൊണ്ട് രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത ഒന്നും ലോകത്തിലില്ല. അതുകൊണ്ട് പറയാണ്, അവൻ ഭർത്താക്കന്മാരെ ക്രിസ്തുവും സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ. അവൻ അവളെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. ആരെ? ക്രിസ്തു. ആരെ? സഭയെ വചനപ്രകാരമുള്ള ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറ, ചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ആരുടെയും നിർബന്ധം കൊണ്ടല്ല, നമ്മെ സ്നേഹിച്ച ദൈവം, തനിക്ക് വേണ്ടി നമ്മെ മുൻ നിയമിച്ച ദൈവം, നമ്മുടെ കറയും ചുളുക്കവും മാലിന്യവും വാട്ടവും മാറ്റുവാൻ നമുക്ക് കഴിയില്ല എന്നറിയുന്ന ദൈവം തൻ്റെ കാൽവരി ക്രൂശിലെ മരണമാകുന്ന ജലസ്നാനം, അതിൻ്റെ പ്രതീകാത്മകമായ ജലസ്നാനത്തിലൂടെ അവൻ്റെ മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും ഭാഗവാക്കായി തീർന്നുകൊണ്ട് യേശുവിനെ വായ് കൊണ്ട് കർത്താവ് ഏറ്റുപറഞ്ഞ് ഹൃദയം കൊണ്ട് അവനെ വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ ലഭിക്കുന്ന രക്ഷയും ക്രിസ്തുവിനോടൊപ്പമുള്ള മരണത്തിൻ്റെയും ശേഷം സ്നാനമേറ്റ് നാം ഓരോരുത്തരും ഹല്ലേലൂയ ക്രിസ്തുവിൽ പുതു ശരീരങ്ങളായി പുതു വ്യക്തികളായി മാറ്റപ്പെടുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ 6-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ 6-1 മുതൽ വായിക്കാം. മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ. എന്നെ കേൾക്കുന്നവരിൽ മക്കളുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മാതാപിതാക്കളുടെ ഭവനത്തിൽ രക്ഷിക്കപ്പെട്ടു വന്ന മക്കളെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, ദൈവവചനം പറയുന്നു, നിങ്ങളെ അപ്പനെയും അമ്മയെയും കർത്താവിൽ അനുസരിക്കണം. പ്രൈസ് ദി ലോർഡ്. അത് ദൈവകൽപ്പനയാണ് അനുസരിക്കുക എന്നുള്ളത്. അത് ന്യായമാണ്. നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടെ ഇരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഒരു കാര്യം വാഗ്ദത്തത്തോടുകൂടി ഇവിടെ കൽപ്പിക്കുകയാണ്. എന്താ വാഗ്ദത്തം? നിനക്ക് നന്മ ഉണ്ടാകണമെങ്കിലും ഭൂമിയിൽ ദീർഘായുസ്സോടുകൂടി ജീവിച്ചിരിക്കണമെങ്കിലും നീ എന്ത് ചെയ്യണം? ഒരു കുറുക്ക് വഴിയുണ്ട്, ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. എന്താണ്? അമ്മയെയും അപ്പനെയും ബഹുമാനിക്കണം. ഹല്ലേലൂയ. അവർ നിന്റെ ഭൂമിയിൽ നിനക്ക് കണ്ട ദൈവങ്ങളാണ്. അവരുടെ കുറവും നീളവും വീതിയും അളക്കാനല്ല നിന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. അവർക്ക് എന്തെങ്കിലും കുറവുണ്ടെങ്കിലും നീ അനുസരിക്കുക നിമിത്തം നീ അനുഗ്രഹിക്കപ്പെട്ടവളായി മാറും. അതുകൊണ്ട് പറയുകയാണ്, നമുക്കറിയാം ഇന്ന് ഏറ്റവും അധികം യുവാക്കൾ ഓമനിച്ച് വളർത്തുന്നവർ, 10ാം ക്ലാസ്സിലും +2-ലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എത്ര പേരാണ് ദിനം തോറും ആത്മഹത്യ ചെയ്യുന്നത്? ഹല്ലേലൂയ. അമ്മയും അപ്പനെയും അനുസരിക്കുന്ന ഒരു മകനും മകളും ഒരിക്കലും ഈ ലോകം വെച്ച് നീട്ടുന്ന മദ്യത്തുള്ളികൾക്ക് വേണ്ടിയോ മയക്കുമരുന്നുകൾക്ക് വേണ്ടിയോ ലഹരി വസ്തുക്കൾക്ക് വേണ്ടിയോ എവിടെയും പോകുകയില്ല. അമ്മയും അപ്പനെയും ബഹുമാനിക്കുന്ന മക്കൾക്ക് അവരെ നിയന്ത്രിച്ച് നടത്തുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് അവരോട് കൂടെ ഇരിക്കും. അമ്മയും അപ്പനും പറയുന്ന വാക്കുകൾ പൊടുന്നനവേ അത് എൻ്റെ നന്മയ്ക്കല്ല, എൻ്റെ സന്തോഷത്തിന് എൻ്റെ അപ്പനും അമ്മയും തടസ്സമാണ് എന്ന് വിചാരിക്കുന്ന മക്കൾ എത്ര പേരാണ് ഓരോ ദിവസവും കയറിൽ തൂങ്ങിയും വിഷം കഴിച്ചും റെയിൽവേ പാളത്തിലും ജീവൻ ഒടുക്കുന്നത്? ഞങ്ങൾ ഈ പാർക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ പല അടുത്ത 1-2 വർഷങ്ങളിലായി സംഭവിച്ചു. പരീക്ഷാ സമയങ്ങളിൽ മൊബൈലിൻ്റെ അമിത ഉപയോഗം നിയന്ത്രിച്ച് മൊബൈൽ പിടിച്ചു വാങ്ങിയ രാത്രിയിൽ +2-ന് പഠിച്ച് പരീക്ഷയ്ക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടി ആത്മഹത്യ ചെയ്തു. വലിയ വലിയ സമ്പന്ന കുടുംബങ്ങളിൽ അവർ ചിന്തിക്കാൻ കഴിയുമോ, ഇന്ന് ഇതെൻ്റെ പിടിച്ചു വാങ്ങി പരീക്ഷ കഴിയുമ്പോൾ എനിക്ക് തിരിച്ചു തരുമായിരിക്കാം. എന്നാൽ ഈ ഒരു ദേഷ്യത്തിൽ തൻ്റെ എല്ലാ സന്തോഷങ്ങളും ഭാവിയും ഉപേക്ഷിച്ച് കളഞ്ഞ എത്ര ചെറുപ്പ കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഓർമ്മയായി ശേഷിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഈ വിധ നിയന്ത്രണങ്ങളൊക്കെ മാതാപിതാക്കൾ മക്കൾ കൊടുക്കുന്നത് അവരെ വേദനിപ്പിക്കാനും ദുഃഖിപ്പിക്കാനും അല്ല, അവരുടെ സന്തോഷത്തിന് വേണ്ടിയാണ്. കാരണം ഇന്നത്തെ ഈ കുട്ടികളാണ്
നാളെ അമ്മമാരും അപ്പന്മാരുമായി തീരാൻ പോകുന്നത്. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് ചെല്ലുമ്പോഴാണ് തന്നെ തൻ്റെ അപ്പനും അമ്മയും നിയന്ത്രിച്ച് വളർത്തിയത് നല്ലതായി എന്ന്. അല്ലെങ്കിൽ ഇത്തരം ജീർണത, സാമൂഹികമായ അധപ്പതലത്തിലും ജീർണതയിലുമുള്ള ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് പുറപ്പെട്ടു വരുന്നത് എന്തായിരിക്കും? അപകടകരമായ ഒരു സമൂഹത്തെ ഉണ്ടാക്കും. എന്ന് വെച്ചാൽ 440 വോൾട്ട് കറണ്ട് കടന്നു പോകുന്ന നമ്മളിവിടെ കേട്ടിരിക്കുന്ന സിമന്റ് തൂണുകൾ മിക്കവാറും വണ്ടി ഇടിച്ചു മറ്റും തകർന്ന് അതിനകത്തുള്ള ഏതാനും 14 mm അല്ലെങ്കിൽ അത്രയും ഒരു കമ്പി 4-5 കമ്പികളിൽ നിൽക്കുന്നുവെങ്കിൽ അതിൻ്റെ അടുത്തൂടെ കടന്നു പോകുന്ന ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? അത് ഏത് നിമിഷവും അപകടകരമായി പതിക്കാം. അപ്പോൾ ഇന്നത്തെ യുവതലമുറ മദ്യത്തിലും മയക്കുമരുന്നിലും സാമൂഹിക തിന്മകളിലും ലൈംഗിക അരാജകത്വത്തിലും വേഷഭൂഷാദികളിൽ സമൂഹത്തിന് യോഗ്യമല്ലാത്ത വേഷം ധരിച്ചും മുടി വെട്ടാതെയും താടി വടിക്കാതെയും നീട്ടിയും വളർത്തിയും വാതറച്ച് പാൻപരാഗും മറ്റ് പല സാധനങ്ങളും ഇട്ട് ഹാൻസും ഇട്ട് ആരുടെ സമൂഹത്തിന് ബാധ്യതയായി വരുന്ന നാളെ ഇവരുണ്ടാക്കുന്ന കുടുംബം എത്രമാത്രം അപകടകരമായ ഒരു സമൂഹത്തെ സൃഷ്ടിച്ചു കൊണ്ടുവരും. ഹല്ലേലൂയ. അവരെ തിരുത്താൻ ശ്രമിക്കുന്നതിൻ്റെ പിന്നിലുള്ള ചേതോവികാരം എന്താണ്? ആ അപ്പനും അമ്മയും ആ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ്. ഹല്ലേലൂയ. അപ്പോൾ സ്നേഹം കൊണ്ട് ഉള്ള ശിക്ഷണങ്ങൾ നമ്മൾ എപ്രകാരമാണ് ഏറ്റെടുക്കേണ്ടത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വായിക്കാം പ്രോവർബ്സ് സദൃശ്യവാക്യങ്ങളിൽ 22:6, 23, 13, 14. ബാലൻ നടക്കേണ്ടുന്ന വഴി അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല. ആമേൻ. ദൈവവചനം പറയാണ്, മാതാപിതാക്കളോട് പറയാണ്, ബാലൻ എങ്ങനെ നടക്കണം എന്ന് ആർക്കാണ് തീരുമാനം? നമ്മുടെ കുട്ടികൾ എങ്ങനെ നടക്കണം ആര് തീരുമാനിക്കും? മാതാപിതാക്കൾ തീരുമാനിക്കും. അപ്പം മാതാപിതാക്കൾ തീരുമാനിക്കുകയാണ് എൻ്റെ കുട്ടികൾ എങ്ങനെ വളരണം, അങ്ങനെ അവരെ വളർത്തണം എന്ന വഴിയിൽ അവരെ അഭ്യസിപ്പിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. കേവലം ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചതുകൊണ്ടോ അവരെ പ്രാഞ്ചാറാക്കുന്നവരെ പരിപാലിക്കുന്നത് കൊണ്ടോ അപ്പൻ്റെയും അമ്മയുടെ ഉത്തരവാദിത്തങ്ങൾ തീരുന്നില്ല. അവർ എങ്ങനെ നടക്കണം എന്നുള്ളത് നമ്മൾ അഭ്യസിപ്പിക്കണം. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ എങ്ങനെ നടക്കണം എന്ന് അഭ്യസിപ്പിച്ചില്ലെങ്കിൽ ഞാനിതൊരു സുവിശേഷകനാകുമായിരുന്നോ? ഇല്ല. അപ്പോൾ അവർക്കറിയാവുന്നത് പോലെ അവർ ദൈവത്തെ സ്നേഹിച്ചു. മഴയായാലും മഞ്ഞായാലും തണുപ്പായാലും ഉന്തിത്തള്ളി 6 മണിക്ക് എഴുന്നേൽപ്പിച്ച് എല്ലാ അവധി ദിവസങ്ങളിലും സമ്മർ വേനൽ കാലങ്ങളിലും അതുപോലെയുള്ള മറ്റേ 10 ദിവസങ്ങൾ വീതം അവധി കിട്ടുന്ന ക്രിസ്മസ് ഓണ പരീക്ഷ നാളുകളിൽ കൃത്യമായി പള്ളിയിലേക്ക് പറഞ്ഞയച്ചു. നനഞ്ഞും മഞ്ഞുകൊണ്ടും തണുത്തും കിടുകിട പറച്ചും ആ മലയോര കാലഘട്ടങ്ങൾ പള്ളിയിൽ പോയി. അവർ വിശ്വസിച്ചിരുന്നത് ആ വിശ്വാസ പ്രമാണം അവരെ രക്ഷിക്കുന്നു, അവരെ കുറ്റക്കാരല്ല. അന്ന് അതവർ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ എത്ര സമയം വേണമെങ്കിലും ഇന്നത്തെ കുട്ടികളെ പോലെ 2 മണിക്ക് ഉച്ചയ്ക്ക് എഴുന്നേറ്റ് വല്ലതും കഴിക്കുന്നു, പിന്നെ മൊബൈലിൽ ഇരിക്കുന്നു, പിന്നെ അതിൽ ഉറക്കം തൂങ്ങി കിടക്കുന്നു, രാത്രി 2 മണിക്ക് എഴുന്നേൽക്കുന്നു, വല്ലപ്പോഴും എഴുന്നേൽക്കുന്നു, എന്തെങ്കിലും കഴിക്കുന്നു, ഇങ്ങനെയുള്ളവരായി തീരും. അങ്ങനെ നടക്കുവാൻ സമ്മതിക്കുമായിരുന്നോ? ഇല്ല. ഹല്ലേലൂയ. കൃത്യസമയത്ത് എഴുന്നേറ്റിരിക്കണം. അവരെങ്ങനെ നടക്കണം, അവരെങ്ങനെ ഇരിക്കണം, ബഹുമാനിക്കേണ്ടവർ വരുമ്പോൾ അവർ ഇരിക്കുന്നിടത്ത് എഴുന്നേൽക്കണം. നമുക്കറിയാം, പ്രായമുള്ളവർ വരുമ്പോൾ നമ്മളെ ആരും എഴുന്നേൽപ്പിച്ചിട്ട് എഴുന്നേൽക്കുന്നതാണോ? നമ്മുടെ ഉള്ളിലേക്ക് വരും ഒരു മനുഷ്യ, ഒരു ഗസ്റ്റ് വരുന്നു, അല്ലെങ്കിൽ ഒരു അപ്പച്ചൻ വരുന്നു, ഒരു അമ്മച്ചി വരുന്നു, നമ്മളെ എഴുന്നേൽപ്പിക്കുന്ന എന്തോ ഒന്ന് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ എഴുന്നേൽപ്പിക്കും. എന്നാൽ ഇന്നത്തെ ചെറുപ്പക്കാരെന്താ, മോനെ ഇത് വലിപ്പനാട്ടോ, ഓക്കെ, അപ്പോഴും അവൻ മൊബൈലിലിരുന്നുകൊണ്ട് കഴിഞ്ഞുകൊണ്ടിരിക്കും, അല്ലേ? ഒരു കാര്യം അവർക്ക് പ്രശ്നമല്ല, കാരണം അവനിൽ ആ സ്വഭാവത്തിൻ്റെ ആദ്യ പാഠങ്ങൾ അവനുള്ളിലില്ല. ഇന്നത്തെ മാതാപിതാക്കൾക്ക് ഇന്നത്തെ ഈ ദുര്യോഗത്തിന് വലിയ ഉത്തരവാദിത്തമുണ്ട്. ഹല്ലേലൂയ. ഇവിടെ ദൈവത്തിന്റെ വചനം പറയണം, ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, പ്രായമായാലും അവനത് വിട്ടുമാറുകയില്ല. അടുത്തത് 23:14. ഓ ഗ്ലോറി, താങ്ക് യു ജീസസ്. ബൈബിൾ പറയാണ്, വടികൊണ്ട്, ബൈബിൾ പറയുന്നത് എന്ത് ചെയ്യണം? കുട്ടികളെ വടികൊണ്ട് അടിക്കണം. ഇന്ന് നമുക്കറിയാം, പാശ്ചാത്യ രാജ്യങ്ങളിൽ അടിക്കണ്ട, വഴക്ക് പറഞ്ഞാൽ തന്നെ എന്താണ്? സ്വന്തം അപ്പനും അമ്മയാണ്, നൊന്ത് പ്രസവിച്ചതാണ്, പക്ഷേ അടിക്കേണ്ട, വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പനും അമ്മയും ശിക്ഷ അനുഭവിക്കണം. നമ്മുടെ കേരളത്തിലൊടുവിൽ
ഏറ്റവും ഒടുവിലും അങ്ങനെ വന്നായിരുന്നു. സ്കൂളിൽ വിദ്യാർത്ഥികളെ എന്ത് ചെയ്യാൻ പാടില്ല? തല്ലാൻ പാടില്ല. അത് തല്ലിക്കഴിഞ്ഞാൽ പിന്നെ അധ്യാപകനും അധ്യാപികയ്ക്കും നല്ല രസമാണ്. പ്രൈസ് ദി ലോർഡ്. അതേസമയം നമ്മളൊക്കെയോ അടി എവിടെയൊക്കെ കൊണ്ടിട്ടുണ്ടെന്ന് അറിയാം, മുതുകത്ത് കൊണ്ടിട്ടുണ്ട്. അതൊക്കെ തെറ്റാണ്. അടിക്കേണ്ട സ്ഥലങ്ങളൊക്കെ അവരുടെ നോംസിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കാട്ടാളന്മാരായ അധ്യാപകന്മാർ നമ്മുടെ മുതുകത്തും പുറത്തും കയ്യിലും ചന്തിക്കും തുടയിലും അടിക്കിയിട്ടുണ്ട്. അടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പകരം 2 പെൻസിലും കൊണ്ടുവന്ന് കഷത്തിനകത്ത് വെച്ച് അതിനിടയ്ക്കൂടെ തൊലിയിട്ട് നിരടിയെടുക്കുന്ന വിദ്വാൻമാരുണ്ടായിരുന്നു. സൈക്കിൾ ചവിട്ടി പഠിപ്പിക്കുന്നവരുണ്ടായിരുന്നു. സൈക്കിൾ ചവിട്ടിക്കണോ ചടിക്കുന്നുണ്ടോ അങ്ങനെയുള്ള ബെഞ്ച കയറ്റി നിർത്തിയിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ഒരു ക്രൂരവും കഠിനമായ ശിക്ഷാവിധിയാണ്. എങ്കിലും ബൈബിൾ പറയുന്നത് എന്ത് ചെയ്യണം? വടി കൊണ്ട് അടിച്ചു വളർത്തണം. ഹല്ലേലൂയ. ഇന്നത്തെ യുവതലമുറയ്ക്ക് ഈ അടി കിട്ടാത്തതിൻ്റെ വലിയൊരു പ്രശ്നമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അടുത്ത വായിച്ചു. ബാലന് ശിക്ഷ കൊടുക്കാതിരിക്കരുത്, വടി കൊണ്ട് അടിച്ചാൽ അവൻ ചത്തുപോകയില്ല എന്നാണ് പറയുന്നത്. വടി കൊണ്ട് അടിച്ചു കഴിഞ്ഞിട്ട് പിള്ളേർ ചത്തുപോയിട്ടുണ്ടോ? പത്തലല്ല, വടി. ഒരു വടി എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു മൊബൈൽ ചാർജ് ചെയ്യാനിരിക്കുന്ന കേബിളിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫാനിൻ്റെ കേബിളിൻ്റെയോ ഒരു ടി വിയുടെ കേബിൾ കണക്ടർ കേബിളിൻ്റെ വണ്ണം മാത്രം ഉണ്ടാവുള്ളൂ. അത് ചൂരലാണെങ്കിൽ ഏറ്റവും നല്ലത്, ഒടിയല്ലോ. അപ്പം അതുകൊണ്ട് അടിച്ചാൽ ആര് ചത്തുപോകത്തില്ല? കുഞ്ഞ് ചത്തുപോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. വടി കൊണ്ട് അവനെ അടിക്കുന്നതിനാൽ നീ അവൻ്റെ പ്രാണനെ പാതാളത്തിൽ നിന്ന് വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പം തെറ്റായ വഴിയിൽ പോയി നരകത്തിൽ പോകാതിരിക്കേണ്ടതിന് വടി കൊണ്ട് അടിച്ചാൽ അവനെ രക്ഷിക്കാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ യുവതലമുറയുടെ പ്രശ്നം ഈ അടി കിട്ടിയിട്ടില്ല. ഹല്ലേലൂയ. അല്ലെങ്കിൽ അവൻ മയക്കുമരുന്നിന് ഒരു തെറ്റായ കാര്യം ചെയ്തപ്പോൾ അവനെ അടിച്ചിട്ടുള്ളപ്പം അടിക്കുകയായിരുന്നെങ്കിൽ ഇന്നിങ്ങനെ പറ്റില്ല. ഞാൻ എൻ്റെ ഒരു ഉദാഹരണം പറയാം. എൻ്റെ കുട്ടിക്കാലത്ത് എനിക്കൊരു 4 വയസ്സുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഞങ്ങളുടെ അയൽപക്കത്തുള്ള പറമ്പിൻ്റെ ചേർന്ന് നിൽക്കുന്ന പറമ്പിൽ ഒരു കൈതച്ചക്ക നല്ലപോലെ പഴുത്ത് നിൽക്കുക. ഞാനത് ഒടിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ചാച്ചൻ എന്നെ അതിൻ്റെ ഒരു കയ്യിൽ ആ മുള്ളുള്ള ഭാഗത്തെ പിടിച്ചിട്ട് മറുഭാഗത്ത് അവരുടെ വീട്ടിൻ്റെ മുറ്റം വരെ അടിച്ചുകൊണ്ടുപോയി അവിടെ ഇട്ട് പറഞ്ഞു, പറടാ മാപ്പെന്ന് പറഞ്ഞു. അന്നെനിക്ക് മനസ്സിലായി, അന്യൻ്റെ വസ്തുക്കൾ മോഹിക്കരുത്. വളരെ കുഞ്ഞാണ്, നല്ല സാധനമൊക്കെ കണ്ടപ്പോൾ എടുത്തുകൊണ്ട് പോകുന്ന. അതേസമയം അത് കൊണ്ടുവന്നപ്പോൾ കൊള്ളാമല്ലോ, നല്ലതല്ല, നമുക്ക് പീസാക്കി അടിച്ചേക്കാമെന്നാണ് എൻ്റെ അപ്പം പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ പിറ്റേ ദിവസവും അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ദിവസവും ഇത് മൂക്കുന്ന ക്രമത്തിൽ അവരുടെ അവിടെ കൊണ്ടേ കൊണ്ടുവരും. പിന്നെ അത് ചക്കയും മാങ്ങയും തേങ്ങയും ഒക്കെ ആവും, പിന്നീട് അത് പണമാകും, പിന്നീട് മറ്റു വസ്തുക്കളാകും. ഇങ്ങനെയാണ് മോഷണങ്ങളൊക്കെ എല്ലാം ഉണ്ടായത്. ചെറിയ പ്രായത്തിൽ മോഷ്ടിച്ചു കൊണ്ടുവരുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും അല്ലെങ്കിൽ നിരുത്സാഹപ്പെടുത്താതിരിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ വാസനകൾ പിന്നീട് നമ്മൾ വളരാനിടയാകും. അന്ന് കിട്ടിയ അടി ഒരൊറ്റ കാര്യം മനസ്സിലായി, അത് എനിക്ക് അനുഭവിക്കാൻ യോഗ്യം ഉണ്ടായില്ലെങ്കിലും ആ അടി ദൈവവചനം എൻ്റെ മാതാപിതാക്കൾ ചെയ്ത് ഗുണമായി തീർന്നു. ദാവീദ് പറയണം, നിന്റെ ചട്ടങ്ങളെ അറിയുവാൻ ഞാൻ കഷ്ടത്തിലായത് എനിക്ക് ഗുണമായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാനിത് തുറന്നു പറഞ്ഞത് ഞാൻ എൻ്റെ സത്യസന്ധത കൊണ്ട് നിങ്ങളോട് പറഞ്ഞതാണ്. നമ്മുടേതല്ലാത്തത് ഒന്ന് നമ്മൾ എടുക്കുമ്പോൾ, ആ ധനം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ അത് ആസ്വദിക്കുന്ന ഒരപ്പനും അമ്മയും നമുക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ അവനെ കയറി തല്ലിയിട്ട് അവനെ ചീത്ത വിളിച്ചിട്ട് അവമാനിച്ചിട്ട് തിരിച്ച് വീട്ടിൽ കയറി വന്നിട്ട് സാരമില്ല ഇന്നത്തെ ചെറുപ്പക്കാരല്ലേ 1, 2 പറഞ്ഞൊക്കെ ഉണ്ടാകുമെന്ന് അനുവദിച്ചു കൊടുത്തു കഴിഞ്ഞാൽ 1, 2 പോയി 2, 4, 4, 8 പോയി പിന്നെ മാറും. ഇന്ന് ഈ തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടായത് എന്താണ്? ദൈവവചനത്തെ അനുസരിക്കാത്ത മാതാപിതാക്കൾ, അതിനെ മറ്റു തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ പ്രവർത്തിച്ച് കാണിക്കാൻ ധൈര്യം കാണിക്കാത്ത മാതാപിതാക്കൾ അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് അവിടെ ഏറ്റവും വലിയ കാര്യമായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കൊളോസ്യ ലേഖനത്തിൻ്റെ 4-ാം അധ്യായം 5, 7 വാക്യം വായിക്കാം. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ദൈവത്തിൻ്റെ ദാസനായ പൗലോസ് പറയുകയാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. നമുക്ക് തന്നിരിക്കുന്ന സമയം ഈ ലോകത്ത് ദൈവം
എല്ലാവർക്കും പണമുള്ളവനും പണമില്ലാത്തവനും അതുപോലെ വിദ്യാഭ്യാസമുള്ളവനും ഇല്ലാത്തവനും ഈ ലോകത്ത് ലോകപ്രകാരമുള്ള എന്തെല്ലാം കാര്യങ്ങളിൽ നമുക്ക് വ്യത്യാസങ്ങളുണ്ടെങ്കിലും സമയം എല്ലാവർക്കും ഒരുപോലെയുള്ളൂ. പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും 24 മണിക്കൂർ ഒരു ദിവസമുണ്ട്. ഈ സമയം നമ്മൾ തക്കത്തിൽ ഉപയോഗിക്കണം എന്ന് പറയാം. കാരണം നമുക്കൊരിക്കലും പോയ സമയത്ത് തിരിച്ചു കൊണ്ടുവരാൻ കഴിയില്ല. പണം നഷ്ടപ്പെട്ടാൽ നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. ബാക്കി എന്തെല്ലാം നഷ്ടപ്പെട്ടാലും നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിയും. എന്നാൽ നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും തിരിച്ചു വരികയില്ല. വിദ്യാർത്ഥികൾ, പ്രത്യേകിച്ച് ജോലിയെടുക്കുന്നവർ, കുടുംബസ്ഥർ, ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നവർ നാളെയാകട്ടെ മറ്റന്നാളാകട്ടെ എന്ന് വിചാരിക്കാതെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഇന്ന് ചെയ്യാനുള്ളത് ഇപ്പോൾ ചെയ്യാനുള്ളത്. ഇപ്പോൾ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു സമയം ലഭിക്കത്തില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയാണ്, സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട്. ഏതായിരുന്നു വാക്യം? ബാക്കി നമ്പർ എത്രയായിരുന്നു? 4. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുകയും എന്ന് പറഞ്ഞാൽ ദൈവസഭയോട് പറയുകയാണ്, പുറത്തുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം? കിട്ടിയ സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറണം. അപ്പോൾ പുറത്തുള്ളവർ സുവിശേഷം പറയുമ്പോഴും നമ്മൾ ജ്ഞാനവും വിവേകം വേണം. അവസരങ്ങളും കാര്യങ്ങളും നോക്കണം. തല്ലി മേടിച്ചുകൊണ്ട് പോന്നിട്ട് അത് സുവിശേഷത്തിൻ്റെ പേരിലാകരുത്. ജ്ഞാനത്തോടെ പെരുമാറണം എന്ന് പറഞ്ഞു. സമയം കുറവായതുകൊണ്ട് ഞാൻ അധികം വിഷയത്തിലേക്ക് കടക്കുന്നില്ല. എനിക്ക് അവിടെ പോയ കാര്യങ്ങൾ ചില പറയാനുണ്ടായിരുന്നു, എങ്കിലും അടുത്ത സമയത്ത് പറയാം. നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതായിരിക്കണം. നമ്മൾ ഉത്തരം പറയുമ്പോൾ കൃപയുണ്ടാകണം. കൃപ എന്ന് പറഞ്ഞാൽ മനസ്സലി ഉണ്ടാവണം, അല്ലെങ്കിൽ ദയ ഉള്ളതായിരിക്കണം. നമ്മുടെ മറുപടി ധാർഷ്ട്യവും അഹങ്കാരവും നിറഞ്ഞാകരുത്. കടക്ക് പുറത്തൊന്നും വീട്ടിൽ പോയി ചോദിക്കൊന്നും പറയാൻ പറ്റില്ല. ഹല്ലേലൂയ. അപ്പം നമ്മൾ പറയുന്ന വാക്ക് മറ്റുള്ളവരുടെ ഹൃദയത്തെ ഉടയ്ക്കുന്നതാകരുത്. അതെപ്പോഴും കൃപയോടുകൂടിയതായിരിക്കണം. ഉപ്പിനാൽ രുചി വരുത്തിയതുമായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ സംസാരിക്കുന്ന വാക്ക് അവർക്ക് ഹൃദ്യസ്ഥമായി തീരണം. നമ്മൾ നല്ല കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് എല്ലാം ചേർത്തു, തേങ്ങയും ചേർത്തു, മഞ്ഞളും ചേർത്തു, എല്ലാം ചേർത്തു, മുളകെല്ലാം കൃത്യമായിട്ട് ചേർത്തു, വെള്ളവും ചേർത്തു, കൃത്യം പാകത്തിന് വേവിച്ചു, ഒരു രുചിയും കിട്ടത്തില്ല ഉപ്പിട്ടില്ലെങ്കിൽ. കിട്ടുമോ? അപ്പം നമ്മുടെ വാക്ക് ഉപ്പിൻ്റെ രുചിയില്ലെങ്കിൽ, ദൈവത്തിൻ്റെ കൃപ നമ്മുടെ വാക്കുകളില്ലെങ്കിൽ, ദൈവത്തിൻ്റെ മനസ്സലിവ് നമ്മുടെ വാക്കുകളില്ലെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ വാക്കുകളില്ലെങ്കിൽ, ഹല്ലേലൂയ, അതൊരിക്കലും ഉപദ്രവമല്ലാതെ ഉപകാരം ഉണ്ടാക്കത്തില്ല. അതുകൊണ്ട് ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിപ്പിൻ എന്ന് പറയുന്നു. ഹെബ്രായ ലേഖനം 13:5 കൂടെ വായിച്ചിട്ട് നമുക്ക് തൽക്കാലം അവസാനിപ്പിക്കാം. നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ, ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പണമുണ്ടാക്കുവാൻ, ഏത് വിധേനയും പണമുണ്ടാക്കാൻ നിങ്ങൾ ഒരിക്കലും ശ്രമിക്കരുതെന്നാണ് ദൈവവചനം പറയുന്നത്. എന്നാൽ ഇന്ന് അനേകർക്ക് പണമുണ്ടാക്കാനുള്ള കുറുക്ക് വഴിയാണ് എന്ത്? സുവിശേഷം. ഹല്ലേലൂയ. മറ്റേത് പണിയേക്കാളും എളുപ്പമുണ്ട്, മറ്റേത് പണിയേക്കാളും ബഹുമാനമുണ്ട്. പണം മാത്രമല്ല, ഇതിലൂടെ ഒരുപാട് മറ്റ് കാര്യങ്ങളും ദുരുപയോഗം ചെയ്യാൻ കഴിയും. പക്ഷെ അവരാലോചിക്കുന്നില്ല, മറ്റെന്ത് കച്ചവടം ചെയ്ത് തട്ടിപ്പ് നടത്തിക്കഴിഞ്ഞാലും അതിനേക്കാൾ വലിയ ശിക്ഷയാണ് ദൈവവചനം വ്യാപാരം ചെയ്യുന്നത്. പണത്തിന് വേണ്ടി, ഹല്ലേലൂയ, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, സ്ത്രീജടത്തിന് വേണ്ടി, അതുപോലുള്ള മറ്റ് സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത് ദൈവം ഒരിക്കലും പുറക്കത്തില്ല. അതുകൊണ്ട് പറയാണ്, ദ്രവ്യാഗ്രഹം ഇല്ലാതെ ഇരിക്കട്ടെ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുവിൻ. ഞാൻ അവിടെ ഹൈദരാബാദിൽ പോയി കണ്ടപ്പോൾ അവർക്ക് ആർക്കും ഒരു പരാതിയില്ല. മാത്രമല്ല, ഞാൻ അവിടെ നിന്ന് എൻ്റെ ശരീരം ആസകലം ചാല് പോലെ വേർത്തൊഴുകുമ്പോഴും അവർ വേർക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ വേർക്കുന്നുണ്ട്. പക്ഷേ ആ ചൂട് അവർക്ക് പ്രശ്നമല്ല. കാരണം എന്താണെന്നറിയാമോ? ആ ചൂട് അവർക്ക് ശീലമാണ്. അവരുടെ ബോഡി ആ ചൂടുമായിട്ട് സെറ്റാണ്. നമ്മളുടെ ഫാനും പ്രത്യേകിച്ച് വലിയൊരു ക്ലൈമറ്റ്, ഇപ്പോഴത്തെ കാലാവസ്ഥ ഒഴിവാക്കിയ നമ്മുടെ കേരളത്തിലെ മുമ്പുണ്ട കാലഘട്ടങ്ങളൊക്കെ വലിയ ചൂടില്ലാത്തൊരു കേരളമായിരുന്നു. അല്ലെങ്കിൽ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ, മിക്കവാറും വീടുകളിൽ, അപൂർവം വീടുകളെങ്കിൽ AC ഉണ്ട്, അല്ലെങ്കിൽ ഫാൻ എല്ലായിടത്തും ഉണ്ട്. അപ്പം
മാത്രമല്ല നമ്മുടെ കോൺക്രീറ്റ് നമ്മുടെ തലയേക്കാളും ഏകദേശം അത്രത്തോളം ഉയരത്തിലുള്ള കോൺക്രീറ്റ് ഇതുണ്ട്. അതിന് മീതെ ചിലപ്പോൾ റൂഫിംഗ് ഇട്ടിട്ടുണ്ടാവും. അപ്പം നമുക്ക് എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട്. ഇങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നിന്ന് AC ഉള്ള കാറിൽ സഞ്ചരിച്ചിട്ട് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റം തീക്കാറ്റടിക്കുന്നതിനകത്ത് കടന്നു പോകുമ്പോൾ നമ്മൾ ഒലിക്കും. പക്ഷെ അവർക്ക് അതിനകത്ത് കുഴപ്പമില്ല, അവർ അതിൽ നിന്ന് നല്ല സുഖമായിട്ട് ഉറങ്ങുന്നുണ്ട്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? അവരാ ക്ലൈമാറ്റിക് കണ്ടീഷനുമായിട്ട് അവരുടെ ബോഡി സെറ്റായിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഉള്ള സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുവാൻ കഴിയുമെങ്കിൽ നമുക്ക് അധികം നിരാശപ്പെടേണ്ടി വരത്തില്ല. അധികം മോഹിക്കുമ്പോൾ അത് കിട്ടാതെ ആകുമ്പോഴാണ് നിരാശയുണ്ടാകുന്നത്. അതുകൊണ്ട് നമുക്കുള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവാനും അങ്ങനെ ഒരു ആശ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ ഇത്തരം കഷ്ടത അനുഭവിക്കുന്ന, മാറി ഉടുക്കാൻ ഒരു തുണി പോലും ഇല്ലാതെ, കയറിക്കിടക്കാൻ ഒരു കൂനാച്ചിപ്പരയില്ലാതെ, ഭക്ഷിക്കാൻ കൃത്യമായ സമയങ്ങളിൽ ആഹാരം ഉണ്ടാകുമെന്നുള്ളൊരു പ്രത്യാശ പോലും ഇല്ലാതെ, ഒരു നേരം ഒരു മീൽ പോലും ഒരു ദിവസം കഴിക്കാൻ കഴിയാത്ത അസംഖ്യം ആളുകൾ ഈ ലോകത്തിലുണ്ട്. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 2 ദിവസത്തിൽ ഒരു നേരത്തെ ആഹാരം, എന്തെങ്കിലും ഒരു ആഹാരം, ഒരു ഉണക്ക ചപ്പാത്തി കടിച്ചു പൊട്ടിച്ച് തിന്നാൻ കഴിയാതെ ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട്. ഇതൊക്കെ നമ്മൾ അറിയുമ്പോൾ നമുക്ക് ശരിയായ മാറ്റം വരുള്ളൂ. നമ്മൾ കാണുന്നത് നമുക്കും നമ്മുടെ സൗകര്യങ്ങളും മാത്രമാണ്. അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നമ്മെ മാറ്റുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക്, സമൂഹത്തിനും ദൈവരാജ്യത്തിനും പ്രയോജനമുള്ളവരാക്കുവാൻ നമുക്ക് എന്തെങ്കിലും നമ്മെ കഴിയുമാറാക്കുന്ന ഒരു കാര്യമുണ്ടെങ്കിൽ ഈ ദൈവശാസ്ത്രീയമായ വചനത്തിന് മാത്രമേ കഴിയുള്ളൂ എന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രൈസ് ദി ലോർഡ്. കർത്താവിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിൽ അല്പസമയം കർത്താവിൻ ഒരുമിച്ച് നമുക്കായിരിക്കാൻ കർത്താവ് തന്ന കൃപയ്ക്കായി കർത്താവിനെ അത്യധികമായിട്ട് സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ദൈവം ഒരുപാട് റിസോഴ്സസ് തന്നിട്ടുണ്ട്. അത് ഏറെയും കുറഞ്ഞുമാണെന്ന് എനിക്കറിയാം. നമ്മിലുള്ളവരിൽ സെൽഫ് സഫീഷ്യൻ്റായ സാമ്പത്തിക ഭദ്രതയുള്ളവർ തീരെ ചുരുക്കമായ ആരെങ്കിലും ഉണ്ടോ? അതേസമയം അവർ നമ്മുടെ കുടുംബത്തിലില്ലാത്ത അസ്വസ്ഥതയായി അവരുടെ ഭവനത്തിലുണ്ടായിരിക്കാം. രോഗങ്ങൾ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറാൻ കഴിയാത്ത രോഗങ്ങളും അതിനെ സംബന്ധിച്ചുള്ള ഭാരമുള്ളവരുണ്ടായിരിക്കും. ഏതെങ്കിലും തരത്തിൽ ഏറിയും കുറഞ്ഞും നമ്മളൊക്കെ വ്യത്യസ്തമായ നിലകളിൽ പ്രയാസപ്പെടുന്നവരായിരിക്കാം. എന്നാൽ ഈ അവസ്ഥയിലും നമ്മേക്കാൾ കഷ്ടപ്പെടുന്ന, നല്ല യൗവനത്തിൽ തന്നെ അരയ്ക്ക് താവട്ട് തളർന്നു പോയി എഴുന്നേൽക്കാൻ കഴിയാതെ ജീവിതം കിടക്കമേൽ മാത്രം ആയിരിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ളവരെയും ചിലരെ ഞങ്ങൾ കണ്ടു. അപ്പോൾ നമ്മൾ താഴേക്ക് നോക്കിയാൽ നമ്മുടെ സന്തോഷം വർദ്ധിക്കും, മേതയ്ക്ക് നോക്കിയാൽ നമ്മുടെ സന്തോഷം നിരാശയും ദുഃഖവുമായി തീരും. അതുകൊണ്ട് ദൈവവചനം ശാസനയ്ക്കും ഗുണീകരണത്തിനും നീതിയുള്ള അഭ്യാസത്തിനും അനേകർക്ക് പ്രയോജനത്തിനും നമ്മുടെ സംഭാഷണം ഉപ്പിനാൽ രുചി വരുത്തിയതും കൃപയോടുകൂടിയതുമായിരിക്കുവാൻ ഇന്ന് കേട്ട വചനത്താൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരായ നിങ്ങളെയും വചനം സംസാരിച്ച എന്നെയും ദൈവം ഒരുപോലെ രൂപാന്തരപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അനേകർക്ക് പ്രയോജനമുള്ള, ദൈവത്തിനെ ഉപയോഗിക്കാൻ കഴിയുന്ന, അനേകരെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ പകർന്നു കൊടുക്കാൻ കഴിയുന്ന പാത്രങ്ങളാക്കി കർത്താവ് നമ്മെ മാറ്റട്ടെ. അവൻ നമ്മുടെ അകത്തെ വിശുദ്ധീകരിക്കട്ടെ. ആലളിയ അകത്ത് നിന്ന് എല്ലാവിധ നല്ല പ്രവർത്തികളും അനേകർക്ക് ചെയ്യാൻ കഴിയുന്ന ഏതൊരു കാര്യവും ചെയ്യുന്നതിൽ മടിയും അലസതയും ഇല്ലാതെ പ്രവർത്തിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എല്ലാവരെയും കർത്താവ് സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളടയ്ക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, അളവിടാ ഞങ്ങളെ സ്നേഹിച്ച് വാത്സല്യപൂർവ്വം ഞങ്ങളെ പരിപാലിച്ച് പാപത്തിൻ്റെ ശിക്ഷയായ മരണ വഴിയിൽ നിന്നും നരകത്തിൻ്റെ വായിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കേണ്ടതിന് സ്വർലോകത്തിൻ്റെ മഹിമ വിട്ട് ഏറ്റവും അത്യുന്നതനായവൻ സ്വർലോകം വെട്ടി താണലോകത്തിലേക്ക് ഇറങ്ങി വന്നു. മനുഷ്യൻ്റെ വായിലെ ഭത്സനങ്ങളും വായിലെ തുപ്പലും ചീത്ത വാക്കുകളും കേട്ട് പരിഹസിക്കപ്പെട്ടും ദൂഷണനാമങ്ങൾ വിളിച്ച് അധിക്ഷേപിക്കപ്പെട്ടും ഇരിക്കുമ്പോഴും അവൻ മനസ്സലിയുള്ളവനും ദീർഘക്ഷമയും മഹാകരുണയുള്ളവനുമായിരുന്നു. അങ്ങനെ തൻ്റെ ദീർഘക്ഷമയും മഹാകരുണയും നിമിത്തം പാപികളും ദോഷികളുമായി ഞങ്ങളെ വീണ്ടെടുക്കേണ്ടതിന് തൻ്റെ നിർമ്മല ശരീരത്തിൽ ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ചു. തൻ്റെ നിഷ്കളങ്ക രക്തം ഞങ്ങളെ വീണ്ടെടുത്തു. അവിടുന്ന് കാട്ടിയ ആ കൃപ ഞങ്ങളുടെ മേൽ പകർന്നു. ആ കൃപയ്ക്കൊത്തവണ്ണം മനുഷ്യരോട് സ്നേഹത്തിലും ഐക്യത്തിലും കരുണയിലും ദയാവായ്പോടും കൂടെ പെരുമാറുവാൻ, ഞങ്ങളുടെ നന്മ കഷ്ടത അനുഭവത്തിற்கு പങ്കുവെച്ചു കൊടുക്കുവാൻ മനസ്സുള്ളവരായി
ഇത് മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി കൂടി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഇത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് മനസ്സിലാക്കുവാൻ. ലോകത്തിൽ ഇത്തരത്തിലുള്ള നല്ല മനുഷ്യരില്ലായിരുന്നുവെങ്കിൽ ഈ ലോകത്തിന് ഗതി എന്താകുമായിരുന്നു? നമ്മൾ അറിയാത്തവരുമായി, എന്തിന് ദൈവത്തെ അറിയാത്തവർ, അന്യമതസ്ഥർ പോലും വലിയൊരളവ് ചാരിറ്റി ചെയ്യുന്നു. ഒരുപാട് കമ്പനികൾ അവരുടെ സമ്പത്തിൻ്റെ ഒരു ഭാഗം ഹല്ലേലൂയ ഇത്തരം സാമൂഹ്യ നീതികൾക്ക് വേണ്ടി ചെയ്യുമ്പോൾ നാം എത്രയധികമായി ചെയ്യേണ്ടതാണ്. നമ്മുടെ അല്പാൽപ്പം മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ, കഷ്ടത അനുഭവിക്കുന്ന ദേശത്ത് പങ്കുവെച്ചു കൊടുക്കുവാൻ നമുക്ക് മനസ്സുണ്ടാകുവാൻ കർത്താവെ ഞങ്ങളെ അവിടെ ഇടയാക്കണമേ ഞങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്. ദൈവസന്നിധിയിലേക്ക് ഞങ്ങളെ താഴ്ത്തുകയാണ്. അവിടെ ഇത്രത്തോളം ഞങ്ങളെ സഹായിച്ചു, അനുഗ്രഹിച്ചു, വഴി നടത്തി. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളായിരുന്നിടങ്ങളിൽ കൃപയാൽ ഞങ്ങളെ സൂക്ഷിച്ചു, പരിപാലിച്ചു. അനർത്ഥം വരുവാനും മരണപ്പെട്ടു പോകുവാനും ഇടയായില്ല. ഞങ്ങളുടെ പാപങ്ങൾ അങ്ങോട്ട് ഏറ്റുപറയുവാനും നിർമ്മല ഹൃദയത്തോടെ ഞങ്ങളെ സല്ലിരിക്കുവാനും അനുദപിക്കുവാനും പാപങ്ങൾ ഏറ്റുപറയാനും ഒരവസരം കൂടി ഞങ്ങൾക്ക് നൽകി. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഞങ്ങൾ ചിന്തിച്ചതും കണ്ടതും കേട്ടതും പ്രവർത്തിച്ചതും സംസാരിച്ചതുമായ കാര്യങ്ങളിൽ വന്നുപോയ തെറ്റുകളും കുറ്റങ്ങളും പിഴവുകളും കർത്താവ് കൃപയാൽ ക്ഷമിക്കണമേ. അവിടുത്തെ ആത്മാവിൻ്റെ ശക്തിയും ബലവും ഞങ്ങൾക്ക് തരണമേ. നിർമ്മല ഹൃദയവും ശുദ്ധ മനസ്സാക്ഷിയും നൽകണമേ. എല്ലാവിധ ശിക്ഷണത്തിൽ വളരുവാനും വളർത്തുവാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നേരായ പാതയിൽ നടത്തുവാനും അവർ സമൂഹത്തിന് ബാധ്യതയാകാതെ അനുഗ്രഹമായി തീരുവാനും കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾ കേട്ടതായ വചന നിമിത്തം അവിടെ ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് സ്തോത്രം. എല്ലാ മഹത്വത്തിനും പുകഴ്ചയ്ക്കും ഇന്നും എല്ലാ നാളും കർത്താവെ അങ്ങ് മാത്രം യോഗ്യനെന്ന് നിങ്ങൾ ഏറ്റുപറയുന്നു. മാനവും മഹത്വം അവിടത്തേക്ക് യേശുവ മെസ്സിഹയുടെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കണമേ നല്ല പിതാവേ. സ്തോത്രം.